ഒരു നഗരത്തിലെ മനുഷ്യർ പെട്ടെന്നാണ് ശരീരം ചൊറിഞ്ഞു തടിച്ച് ചോര വാർന്നു മരിക്കുന്നത്. ചെറിയൊരു ചൊറിച്ചിൽ വന്നാൽ പോലും നമ്മൾ സഹിക്കില്ല. അങ്ങനെയെങ്കിൽ ചൊറിച്ചിൽ നിർത്താൻ കഴിയാതെ ചൊറിഞ്ഞ് ചോര വാർന്നു മരിക്കുന്നത് ഒന്ന് ആലോചിച്ച് നോക്കിയേ. അപ്രതീക്ഷിതമായിട്ടാണ് ഈ ഒരു നഗരത്തിൽ ഇങ്ങനൊരു വൈറസ് സ്പ്രെഡ് ആകുന്നത്. ഇത് അഫക്റ്റ് ആയവരാകട്ടെ ശരീരം ചൊറിഞ്ഞു തടിച്ചാണ് മരണപ്പെടുന്നത്. മരിക്കുക മാത്രമല്ല, പിന്നീട് അവർ ഒരു സോംബിയായിട്ട് മാറുകയും ചെയ്യുന്നു. നമ്മുടെ ഈ ഒരു കഥയിലെ നായകനായിട്ടുള്ള ജെ സംസാരിക്കാൻ കഴിയാത്ത തൻ്റെ മകളെ ഈ ഒരു വൈറസിൽ നിന്ന് രക്ഷിക്കാൻ നോക്കുകയാണ്. എന്നാൽ അവസാനം ജയ്ക്കും ഈ ഒരു വൈറസ് അഫക്റ്റ് ആവുകയാണ്. എന്തായിരിക്കും ഈ ഒരു വൈറസ്, എങ്ങനെയാണ് ഇത് സ്പ്രെഡ് ആയതെന്നും ജയ്ക്ക് തൻ്റെ മകളെ ഈ ഒരു വൈറസിൽ നിന്ന് രക്ഷിക്കാൻ കഴിയുമോ എന്നും കഥ കണ്ടു തന്നെ നമുക്കറിയാം. കഥയുടെ തുടക്കം കാണിക്കുന്നത് നമ്മുടെ നായകനായിട്ടുള്ള ജെയിനെയാണ്. ഒരു വീടിൻ്റെ ബേസ്മെൻറ്റിൽ ചൊറിച്ചിൽ സഹിക്കാൻ കഴിയാതെ ദേഹം മൊത്തം ചൊറിഞ്ഞു മാന്തുകയാണ് ജെ. അവന് ആ ഒരു ചൊറിച്ചിൽ നിർത്തണമെന്ന് ആഗ്രഹമുണ്ടെങ്കിലും അവന് ചൊറിയാതിരിക്കാൻ കഴിയുന്നില്ല. ആ ഒരു ചൊറിച്ചിൽ അത്ര അസഹനീയമായതുകൊണ്ട് കയ്യിൽ കിട്ടിയ ഒരു തോക്കെടുത്ത് സ്വയം മരിക്കാൻ വരെ അവൻ ആലോചിക്കുകയായിരുന്നു. അതിനായിട്ട് അവൻ ആ ഒരു തോക്കെടുത്തെങ്കിലും അവൻ ഒരു വിധത്തിലാണ് അതിൽ നിന്ന് മാറി നിന്നത്. ശേഷം അവിടെ ഉണ്ടായിരുന്ന ഒരു ടൂൾ ബോക്സിൽ നിന്ന് ഒരു പ്ലെയർ എടുത്ത് ജെ സ്വന്തം നഖം മുറിച്ചെടുക്കുകയാണ്. ആ ഒരു വേദന കാരണം ആ ഒരു ചൊറിച്ചിലെങ്കിലും മറക്കുമല്ലോ എന്നോർത്താണ് അവൻ അങ്ങനെ ചെയ്തത്. ഈ ഒരു സംഭവങ്ങളെല്ലാം നടക്കുന്നത് ആ ദിവസം രാവിലെയായിരുന്നു. യഥാർത്ഥത്തിൽ ജെയുടെ ഈ ഒരു ചൊറിച്ചിലും അവിടെ സംഭവിച്ച കാര്യങ്ങളും ഇനിയാണ് നമ്മൾ കാണാൻ പോകുന്നത്. തലേ ദിവസം രാത്രി ജെ മദ്യപിച്ചിട്ട് പിറ്റേ ദിവസം രാവിലെ ജെ എണീൽക്കുന്നത് അവൻ്റെ അച്ഛനായിട്ടുള്ള ജോ വാതിലിൽ തട്ടുന്ന ശബ്ദം കേട്ടിട്ടാണ്. അങ്ങനെ എഴുന്നേറ്റ് വാതിൽ തുറന്ന് നോക്കുമ്പോൾ കാണുന്നത് തൻ്റെ മകൾ ഒലിവിയെ ഡ്രോപ്പ് ചെയ്യാൻ വന്ന അവൻ്റെ അച്ഛനായിട്ടുള്ള ജോനിയാണ്. അങ്ങനെ ഒലിവിയയോട് വീടിനകത്തേക്ക് കയറി പോകാൻ പറഞ്ഞിട്ട് ജെ തൻ്റെ അച്ഛനായിട്ടുള്ള ജോയോട് സംസാരിക്കുകയാണ്. സംസാരത്തിനിടയിലാണ് അച്ഛനായിട്ടുള്ള ജോ ഒരു കാര്യം ജെയോട് പറഞ്ഞത്. തൻ്റെ ഭാര്യ, അതായത് ജെയുടെ അമ്മ പനി പിടിച്ച് കിടപ്പിലാണ്. അതുകൊണ്ട് ഇന്ന് സ്റ്റോർ തുറക്കാനായിട്ട് എനിക്ക് സാധിക്കത്തില്ല. അതുകൊണ്ട് ആ ഒരു സൂപ്പർ മാർക്കറ്റ് അത് ഇന്ന് നീ തുറക്കണമെന്ന് ജോ ജെയോട് പറയുകയാണ്. ജയാകട്ടെ സന്തോഷത്തോടെ താനത് ചെയ്തോളാമെന്ന് മറുപടിയും പറഞ്ഞു. ശേഷം പോകാനായിട്ട് ഒരുങ്ങാൻ തുടങ്ങുന്ന ജെയ്ക്ക് പെട്ടെന്നൊരു ചൊറിച്ചിലുണ്ടാവുകയാണ്. അങ്ങനെ ആ ഒരു ചൊറിച്ചിലിനിടയിലാണ് റീസെൻ്റ്ലി മരിച്ച അവൻ്റെ ഭാര്യയെ പറ്റി അവൻ ഓർത്തത്. ഇതുപോലെ ചെറിയ ചൊറിച്ചിലും ഛർദിലുമായിരുന്നു അവളുടെ രോഗത്തിൻ്റെ തുടക്കം. അങ്ങനെ ഒരാഴ്ചയോളം ഹോസ്പിറ്റലിൽ കടന്നിട്ടാണ് തൻ്റെ ഭാര്യ മരണപ്പെട്ടത്. ഹോസ്പിറ്റലിൽ ചെലവായ ആ ഒരു ബില്ലിൻ്റെ കടം ഇപ്പോഴും വീട്ടാനുണ്ടെന്ന രീതിയിൽ ജെ വളരെ അസ്വസ്ഥതപ്പെടുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായി തൻ്റെ മകൾ ഒലീവിയുടെ അടുത്ത് ജെ ചെല്ലുകയാണ്. അപ്പോഴാണ് ഒലീവിയ എന്തോ ഒരു കാര്യം ജെനെ ബുക്കിൽ എഴുതി കാണിക്കുന്നത്. ഒലീവിയയ്ക്ക് സംസാരിക്കാൻ കഴിയത്തില്ല. അതുകൊണ്ട് കുറച്ച് നാളായിട്ട് ഒലീവിയ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതാട്ടെ ഈ ഒരു ബുക്കിലൂടെയാണ്. ഒലീവിയയ്ക്ക് തൻ്റെ അമ്മയെ കാണണം, അതായത് അമ്മയുടെ കല്ലറ വരെ ഒന്ന് പോകണം. ആ ഒരു കാര്യമാണ് അവൾ ബുക്കിലൂടെ എഴുതി ജെയിനെ കാണിച്ചത്. ഒലീവിയ അവളുടെ അമ്മ മരണപ്പെട്ടതിന് ശേഷമാണ് മിണ്ടാതെ ആയത്. ഏതായാലും ഇപ്പോൾ അവിടെ കൊണ്ടുപോകാൻ കഴിയത്തില്ലെന്ന് ജെ ഒലീവിയോട് പറയുകയാണ്. അതുമാത്രമല്ല തൻ്റെ മകൾ തന്നോട് സംസാരിച്ചിരുന്നെങ്കിൽ എന്ന് അവൻ ആഗ്രഹിച്ചിരുന്നു. അങ്ങനെ ഒലീവിയെ സ്കൂളിൽ കൊണ്ടുവിട്ടപ്പോൾ ജെ ഒലീവിയോട് ഒരു കാര്യം ചോദിച്ചു. തൻ്റെ കൂടെയുള്ള സ്കൂളിലെ കുട്ടികൾ അവളെ എന്തെങ്കിലും പറഞ്ഞ് കളിയാക്കാറുണ്ടോ എന്നാണ് അവൻ ചോദിച്ചത്. മറുപടിയായിട്ട് ഒലീവിയ തലയാട്ടുക മാത്രമാണ് ചെയ്തത്. അപ്പോഴും ഒലീവിയ തന്നോട് സംസാരിച്ചിരുന്നെങ്കിലെന്ന് ജെ ആഗ്രഹിച്ചു. കൂടെ പഠിക്കുന്ന കുട്ടികൾ എന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ, അവർ പറയുന്നതിനെതിരെ എങ്ങനെ പോരാടണമെന്നും എങ്ങനെ നിൽക്കണമെന്നും ജെ അവളോട് പറഞ്ഞു കൊടുക്കുകയായിരുന്നു. എന്നാൽ അതൊന്നും കാര്യമായിട്ട് ഗൗനിക്കാതെയാണ് ഒലീവിയ വണ്ടിയിൽ നിന്ന് ഇറങ്ങിപ്പോയത്. അവൾ വണ്ടിയിൽ നിന്ന് ഇറങ്ങിപ്പോയപ്പോഴാണ് അവൾ ബുക്ക് എടുക്കാൻ മറന്ന കാര്യം ജെ ശ്രദ്ധിച്ചത്. ജെ ആകട്ടെ ആ ഒരു ബുക്ക് തുറന്നു നോക്കിയപ്പോൾ കാണുന്നത് അവളുടെ കുറേ ഡ്രോയിങ്സ് ആയിരുന്നു. എന്നാൽ ആ ഒരു ഡ്രോയിങ്സ് കണ്ടു കഴിഞ്ഞപ്പോൾ ജെയ്ക്ക് യഥാർത്ഥത്തിൽ ഒരു സങ്കടവും ഒരു മടുപ്പും തോന്നി. ഒലീവിയ അവളുടെ അമ്മ രോഗത്തിനെതിരെ നടത്തിയ ആ ഒരു ഫൈറ്റിങ്സും ജെയുടെ സ്ഥിരമായിട്ടുള്ള മദ്യപാന ശീലവും വീട്ടിലുണ്ടായിരുന്ന അടിയും കാര്യങ്ങളും ഒക്കെയായിരുന്നു അവൾ അതിൽ വരച്ചു വെച്ചിരുന്നത്. ഹോസ്പിറ്റലിലായിരുന്ന തൻ്റെ വൈഫിൻ്റെ ഫോട്ടോ ഒക്കെ വരച്ചു വെച്ചത് കണ്ടപ്പോൾ സത്യത്തിൽ അവനൊന്ന് സങ്കടപ്പെട്ടു പോയി. അപ്പോഴാണ് പെട്ടെന്ന് ചോരയിൽ വാർന്നു നടക്കുന്ന തൻ്റെ വൈഫിൻ്റെ രൂപം അവൻ്റെ മനസ്സിലേക്ക് വന്നത്. കുറച്ചു നേരത്തേക്ക് ജെ സോൺ ഔട്ടായിട്ട് ഇരുന്നെങ്കിലും അവിടെ ഉണ്ടായിരുന്ന സെക്യൂരിറ്റി വിൻഡോയിൽ തട്ടിയപ്പോഴാണ് അവനൊന്ന് ഞെട്ടി എണീറ്റത്. അങ്ങനെ ആ ഒരു ഡ്രോയിങ് ബുക്ക് ജെ സ്കൂളിലെ സെക്യൂരിറ്റിയുടെ കയ്യിലേക്ക് ഏൽപ്പിക്കുകയാണ്. മകളെ സ്കൂളിൽ ഡ്രോപ്പ് ചെയ്തിട്ട് ആ ഒരു സിറ്റി മൊത്തം കുറച്ച് നേരത്തേക്ക് ജെ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് റേഡിയോയിലൂടെ അവിടെ സ്കാബീസ് എന്ന വൈറസ് സ്പ്രെഡ് ചെയ്യുന്നതിനെ പറ്റി ഒരു വാർത്ത അവൻ കേട്ടത്. ആൾക്കാരുടെ എല്ലാം ദേഹം ചൊറിഞ്ഞു തടിച്ചിരിക്കുകയാണ്. അതുമാത്രമല്ല അവിടെയുള്ള റെഫ്യൂജീസ് കാരണമാണ് ഈ ഒരു വൈറസ് സ്പ്രെഡ് ആയതെന്ന് ഒരാൾ റേഡിയോയിലൂടെ പറയുകയാണ്. റേഡിയോയിൽ മറ്റൊരാൾ പറയുന്നത് ഈ ഒരു ചൊറിച്ചിൽ, അതായത് ഇച്ച് എന്ന വൈറസ്, അത് വെറുതെ ആൾക്കാർ പറഞ്ഞു വരുത്തുന്നൊരു കാര്യമാണ്. സ്വന്തം ദേഹം അങ്ങനെ ചൊറിഞ്ഞു തടിച്ചതിന് ശേഷം അത് സോഷ്യൽ മീഡിയയിലിട്ട് വൈറലാകാൻ വേണ്ടി അവർ തന്നെ ഇറക്കിയ ഒരു നാടകമാണിതെന്നാണ് അയാൾ പറയുന്നത്.
അങ്ങനെ ജെ വണ്ടി ഓടിച്ച് അവൻ്റെ ആ ഒരു ഫാമിലി സ്റ്റോർ, ആ ഒരു സൂപ്പർ മാർക്കറ്റിലേക്ക് എത്തിയപ്പോൾ ജെയിനെ മിഗേൽ എന്ന് പറയുന്ന ഒരാൾ അവനെ അപ്രോച്ച് ചെയ്യുകയാണ്. അവനെ കണ്ട ഉടനെ തന്നെ ജെയോട് അവൻ പറയുന്നത് ജെ കുറച്ച് കാശ് അവന് തരാനായിട്ടുണ്ടെന്നാണ്. ജെ ആകട്ടെ അവൻ എപ്പോഴാണ് കടം മേടിച്ചതെന്ന് ഓർക്കുന്ന പോലുമില്ല. മിഗേൽ ജെയോട് സംസാരിക്കുമ്പോൾ അയാൾ ശരീരം ചൊറിയുന്നത് ജെ നന്നായിട്ട് നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു. കടം മേടിച്ച കാശ് തിരിച്ചു തന്നില്ലെങ്കിൽ അതിൻ്റെ ഭവിഷ്യത്ത് താൻ അനുഭവിക്കേണ്ടി വരുമെന്ന് മിഗേൽ ഭീഷണിപ്പെടുത്തിയിട്ടാണ് അവൻ്റെ അടുത്ത് നിന്ന് പോയത്. അങ്ങനെ സൂപ്പർ മാർക്കറ്റ് തുറന്ന് ജെ അകത്തേക്ക് കയറുകയാണ്. അപ്പോഴാണ് അവിടെ സ്റ്റാഫായിട്ടുണ്ടായിരുന്ന ലീസ ഒരു കാര്യം ജെയോട് പറഞ്ഞത്. യഥാർത്ഥത്തിൽ മിഗേല് ആ ഒരു സൂപ്പർ മാർക്കറ്റിലെ ഒരു എംപ്ലോയിയാണ്. കഴിഞ്ഞ ദിവസമാണ് തൻ്റെ അച്ഛനായിട്ടുള്ള ജോ അവനെ ഇവിടെ നിന്ന് പിരിച്ചുവിട്ടത്. അങ്ങനെ നടന്ന കാര്യങ്ങളെല്ലാം ലീസ ജെയോട് പറയുകയാണ്. അങ്ങനെ സ്റ്റോറിൽ അകത്തെ മുറിയിലേക്ക് കയറി ചെന്നപ്പോൾ ജെ കാണുന്നതാകട്ടെ തൻ്റെ ഭാര്യയുടെ കുറേ പെയിൻറ്റിങ്സ് ആയിരുന്നു. തൻ്റെ മകളായിട്ടുള്ള ഒലിവിയും ഭാര്യയും ഒരുമിച്ച് ചേർന്ന് വരച്ച ആ ഒരു പെയിൻറ്റിങ്സ് എല്ലാം കണ്ടപ്പോൾ ജെയ്ക്ക് വളരെയധികം സങ്കടം തോന്നി. പഴയ കുറച്ച് ഓർമ്മകളും മെമ്മറീസുമാണ് അവൻ്റെ ഉള്ളിലേക്ക് കടന്നു വന്നത്. അതിനുശേഷം ജെ പുറത്തേക്ക് ഇറങ്ങിച്ചെന്ന് പുതിയതായിട്ട് അവൻ ഉണ്ടാക്കിയ ആ ഒരു ഹാച്ച് ഉപയോഗിച്ച് പുതിയതായിട്ട് സ്റ്റോറിലേക്ക് കൊണ്ടുവന്ന സാധനങ്ങളും പ്രൊഡക്ട്സും എല്ലാം അവൻ ബേസ്മെൻറ്റിലേക്ക് ഇറക്കി വിടുകയാണ്. കുറച്ച് സമയങ്ങൾ കഴിയുമ്പോഴാണ് ശരീരമാകെ രക്തം പറ്റിപ്പിടിച്ച് ഒരു സ്ത്രീ അകത്തേക്ക് ആ ഒരു സ്റ്റോറിനകത്തേക്ക് കയറി വന്നത്. ശരീരം മൊത്തം ചൊറിഞ്ഞു തടിച്ച് ചൊറിഞ്ഞുകൊണ്ടായിരുന്നു ആ ഒരു സ്ത്രീ ആ ഒരു സ്റ്റോറിലേക്ക് കയറി വന്ന് സഹായം ചോദിച്ചത്. ആ ഒരു സ്ത്രീ ആകട്ടെ അവളെ എന്തോ കടിച്ചു, ചൊറിച്ചിന് സഹിക്കാൻ കഴിയത്തില്ലെന്ന് പറഞ്ഞാണ് ആ ഒരു ദേഹം മൊത്തം ചൊറിഞ്ഞ് ചോര വാർന്നുകൊണ്ടിരുന്നത്. അങ്ങനെ ആ ഒരു സ്ത്രീ അതിൻ്റെ എക്സ്ട്രീമിൽ ശരീരം ചൊറിഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ചൊറിഞ്ഞ് അവസാന ശരീരത്തിൽ നിന്ന് ബ്ലഡ് വരുന്ന രീതിയിൽ വരെ എത്തി. അവളെ ഒന്ന് സമാധാനിപ്പിക്കാനായിട്ട് ജെ ആ ഒരു സ്ത്രീയുടെ അടുത്തേക്ക് ചെന്നെങ്കിലും പെട്ടെന്ന് തന്നെ അവൾ കുഴഞ്ഞ് നിലത്തേക്കങ്ങ് വീഴുകയായിരുന്നു. അങ്ങനെ ആ ഒരു സ്ത്രീ ചോര ഛർദ്ദിച്ച് അവിടെ മരണപ്പെടുകയാണ്. ലിസ ഉടൻ തന്നെ അവിടെ പോലീസിനെ വിളിച്ചു വരുത്തുകയാണ്. പോലീസ് വന്ന് കാര്യങ്ങൾ അന്വേഷിച്ചപ്പോൾ ജെ അവിടെ നടന്ന കാര്യങ്ങളെല്ലാം പറഞ്ഞു. ആ ഒരു സ്ത്രീ ശരീരം നന്നായിട്ട് ചൊറിയുന്നുണ്ടായിരുന്നു. ചൊറിഞ്ഞാണ് ആ ഒരു സ്ത്രീയുടെ ദേഹത്ത് നിന്ന് രക്തം വന്നത്. ഈ ഒരു കാര്യം പറഞ്ഞപ്പോൾ പോലീസുകാരനും എന്തോ ഒരു പന്തികേട് തോന്നി. കാരണം സോഷ്യൽ മീഡിയയിൽ കൂടെ ആൾക്കാർ പറഞ്ഞു വരുത്തിയെന്ന് അയാൾ വിശ്വസിച്ച ആ ഒരു ഇച്ചെന്ന ആ ഒരു അസുഖം, ആ ഒരു വൈറസ്, അത് യഥാർത്ഥത്തിലുള്ളതാണെന്ന് പോലീസുകാരനും അപ്പോഴാണ് മനസ്സിലായത്. കാരണം വരുന്ന വഴി കുറേയേറെ പേർ ശരീരം ചൊറിയുന്നത് അയാളും കണ്ടിരുന്നു. ഏതായാലും മുൻപോട്ട് കാര്യങ്ങളെല്ലാം നന്നായിട്ട് സൂക്ഷിക്കണമെന്ന് പറഞ്ഞിട്ട് ജയോട് ആ ഒരു പോലീസുകാരൻ പറഞ്ഞ് ആ ഒരു സ്ത്രീയുടെ ഡെഡ് ബോഡി ആയിട്ട് അവർ പോവുകയാണ്. കുറച്ച് സമയങ്ങൾ കഴിയുമ്പോഴാണ് ജെനെ അവൻ്റെ അച്ഛൻ ജോ വിളിക്കുന്നത്. ലീസ പറഞ്ഞ് ആ ഒരു സ്റ്റോറിൽ നടന്ന കാര്യങ്ങളെല്ലാം അയാൾ അറിഞ്ഞിരുന്നു. എന്നാൽ ഇത്രയും പറഞ്ഞിട്ട് ജെ മറ്റൊരു കാര്യമാണ് തൻ്റെ അച്ഛൻ ജോയോട് ചോദിച്ചത്. എന്തുകൊണ്ടാണ് മിഗേലിനെ നിങ്ങൾ ഫയർ ചെയ്തത്? മിഗേൽ സ്റ്റോറിൽ നിന്ന് കുറച്ച് പണം തട്ടിയെടുക്കുന്നത്, കുറച്ച് പണം മോഷ്ടിക്കുന്നത് അവർ കണ്ടിരുന്നു. അപ്പോൾ ആ ഒരു കുറ്റം ആരോപിച്ചാണ് മിഗേലിനെ ജോ അവിടെ നിന്ന് പറഞ്ഞു വിട്ടത്. ആ ഒരു കോളിനിടയിൽ, ആ ഒരു സംസാരത്തിൽ പുറകിൽ നിന്ന് ജോയുടെ ഭാര്യ ചുമയ്ക്കുന്നത് ജെയ്ക്ക് കേൾക്കാമായിരുന്നു. ഉടൻ തന്നെ തൻ്റെ അമ്മയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനായിട്ടായിരുന്നു ജെ ജോയോട് പറഞ്ഞത്. എന്നാൽ അത് വെറുമൊരു ബഗ്ഗാണ്, കാര്യമായിട്ടുള്ള ഒരു അസുഖമൊന്നുമില്ലെന്നായിരുന്നു ജോ മറുപടി പറഞ്ഞത്. അങ്ങനെ കോൾ കട്ട് ചെയ്തതിനു ശേഷം ജെ ആ ഒരു സ്റ്റോറിൻ്റെ വിൻഡോയിലൂടെ പുറത്ത് നോക്കുമ്പോൾ ഒരു മനുഷ്യൻ പുറത്തുനിന്ന് ശരീരം വല്ലാത്ത രീതിയിൽ ചൊറിയുന്നതാണ് അവൻ കണ്ടത്. ഇത് കണ്ടപ്പോൾ പെട്ടെന്ന് ജെ തൻ്റെ ഭാര്യനെയായിരുന്നു ഓർത്തത്. മരിക്കുന്നതിന് തൊട്ടു മുൻപ് തൻ്റെ മകൾ ഒലിവിയെ നോക്കണമെന്നായിരുന്നു അവൻ്റെ ഭാര്യ അവനോട് പറഞ്ഞത്. എന്നാൽ തനിക്ക് ഒറ്റയ്ക്ക് നോക്കാൻ കഴിയത്തില്ലെന്ന് അവൻ മറുപടി പറയുന്നു. ഈ ഒരു കാര്യമായിരുന്നു അവൻ്റെ മനസ്സിലൂടെ അപ്പോൾ കടന്നുപോയത്. ഏതായാലും അതൊക്കെ കഴിഞ്ഞ് ജെ പുറത്തേക്ക് ഇറങ്ങി കാര്യങ്ങളൊക്കെ ഒന്ന് പരിശോധിക്കുമെന്ന് പറഞ്ഞ് പുറത്തിറങ്ങിയപ്പോഴാണ് മുൻപ് കണ്ടതുപോലെ ആ ഒരു സ്ട്രീറ്റിലുള്ള കുറേയേറെ ആൾക്കാർ അവരുടെ ശരീരം ചൊറിയുകയാണ്. അതും ചെറിയൊരു ചൊറിച്ചിലല്ല, വല്ലാത്ത രീതിയിൽ ചൊറിഞ്ഞ് തടിക്കുന്ന രീതിയിലാണ് അവർ ചൊറിയുന്നത്. അങ്ങനെ കുറച്ച് സമയങ്ങൾ കഴിയുമ്പോഴാണ് ഒലിവിയയുടെ സ്കൂളിൽ നിന്ന് അവളുടെ ടീച്ചർ ജെനെ വിളിച്ചത്. പെട്ടെന്ന് തന്നെ ഒലിവിയെ പിക്ക് ചെയ്തുകൊണ്ട് പോകണമെന്ന് പറഞ്ഞാണ് ടീച്ചർ വിളിച്ചത്. കാരണം ഒലിവിയ കൂടെ പഠിക്കുന്ന ഒരു കുട്ടിയെ കടിച്ചിരിക്കുകയാണ്. അങ്ങനെ ഉടൻ തന്നെ ജെ സ്കൂളിൽ പോയിട്ട് ഒലിവിയെ കൂട്ടിക്കൊണ്ടുവരികയാണ്. കാറിൽ കയറിയപ്പോൾ ഒലിവിയുമായിട്ട് ജെ സംസാരിക്കാൻ നോക്കിയപ്പോൾ ഒലിവിയ ആകട്ടെ ചെവി പൊത്തി അവൻ പറയുന്നത് കേൾക്കാതിരിക്കാനായിട്ട് വേറെന്തൊക്കെയോ മൂളിക്കൊണ്ടിരിക്കുകയാണ്. ദേഷ്യം വന്ന ജെ ആകട്ടെ വണ്ടിയിൽ നിന്ന് ഇറങ്ങിപ്പോയി പുറത്തുപോയി എന്തൊക്കെയോ പിറുപിറുക്കുകയാണ്. എന്നാലും കുറച്ച് സമയങ്ങൾ കഴിയുമ്പോൾ ശാന്തനായിട്ടാണ് ജെ തിരികെ വണ്ടിയിൽ കയറിയത്. വണ്ടിയിൽ കയറിയപ്പോൾ തന്നെ ഉടനെ അവൻ അവളെ കൂട്ടിക്കൊണ്ടുപോയത് തൻ്റെ ഭാര്യയുടെ, അതായത് ഒലിവിയുടെ അമ്മയുടെ ആ ഒരു സെമിത്തേരിയിലേക്കാണ്. രാവിലെ ഒലിവിയ ഈ ഒരു കാര്യത്തെപ്പറ്റി സൂചിപ്പിച്ചിരുന്നു, എന്നാൽ അവൻ കേൾക്കാൻ കൂട്ടാക്കിയില്ല. അങ്ങനെ സെമിത്തേരിയിൽ അവളുടെ അമ്മയുടെ കല്ലറയുടെ അടുത്ത് ഒലിവിയനെ അവൻ കൊണ്ടുപോവുകയാണ്. ഒലിവിയ കാര്യമായിട്ട് തൻ്റെ അമ്മയോട് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നെങ്കിലും അത് ജെയ്ക്ക് കേൾക്കാൻ കഴിഞ്ഞില്ല. അങ്ങനെ തിരികെ സ്റ്റോറിൽ കൂട്ടിക്കൊണ്ട് പോകുന്ന വഴിയാണ് ഒലിവിയ അവളുടെ ഡ്രോയിങ് ബുക്കിലെ കുറേ പേപ്പറുകൾ കീറിക്കളയുന്നത് അവൻ കണ്ടത്. അതിൻ്റെ കൂടെ തന്നെ പുറത്തുനിന്ന് സൈറിൻ്റെ വല്ലാത്ത ശബ്ദവും കേൾക്കാൻ കഴിയും. ശബ്ദം കേൾക്കാൻ പറ്റാത്തതുകൊണ്ട് ഒലിവിയ ആ ഒരു കാറിലെ റേഡിയോയുടെ സൗണ്ട് കൂട്ടി വെക്കുകയാണ്. അപ്പോഴാണ് റേഡിയോയിലൂടെ ഒരു ന്യൂസ് അവർ കേട്ടത്.
നഗരത്തിലെ ഹോസ്പിറ്റലെല്ലാം ആൾക്കാരെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. കുറേയേറെ പേർ സ്വന്തം ശരീരം മുറിപ്പെടുത്തി ചൊറിയുകയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കേസുകളാണ് കൂടുതലും ആ ഹോസ്പിറ്റലിലുള്ളത്. അതിൻ്റെ കൂടെ തന്നെ ന്യൂസ് കുറച്ചുകൂടി പേടിപ്പെടുത്തുന്ന രീതിയിൽ ഒരു വാർത്ത കൂടെ വന്നു. എയർപോർട്ടുകളെല്ലാം ക്ലോസ് ചെയ്തിരിക്കുകയാണ്. അങ്ങനെ തൻ്റെ സ്റ്റോറിലെത്തിയപ്പോഴാണ് സ്റ്റോറിന് തൊട്ടടുത്തുള്ള കുറേയേറെ കടകൾ അടച്ചിട്ടിരിക്കുന്നത് ജെ ശ്രദ്ധിച്ചത്. ഏതായാലും ജെ അങ്ങനെ സ്റ്റോറിലേക്ക് കയറുകയാണ്. അങ്ങനെ വൈകിട്ടായപ്പോഴേക്കും ഏകദേശം കട അടയ്ക്കുന്ന സമയമായപ്പോഴേക്കും ആ ഒരു സ്റ്റോറിലേക്ക് 2 കള്ളന്മാർ കയറുകയാണ്. കയറിയ ഉടനെ തന്നെ ലീസയോട് ആ ഒരു ഷട്ടർ അടയ്ക്കാനായിട്ടാണ് കള്ളന്മാർ പറഞ്ഞത്. ലീസ അതുപോലെ തന്നെ ചെയ്തു. ഇതിൻ്റെ കൂടെ തന്നെയാണ് ലീസ ആരും കാണാതെ ആ ഒരു ഡ്രോയറിലുണ്ടായിരുന്ന ഇന്നത്തെ കളക്ഷൻ, അതായത് ആ ഒരു കാശ് മൊത്തം ഒരു ബാഗിലേക്ക് മാറ്റി വെച്ചത്. പക്ഷെ തോക്കും കൊണ്ട് പെട്ടെന്ന് തന്നെ ആ ഒരു കള്ളന്മാരിൽ ഒരാളായിട്ടുള്ള ഗബ്രിയേല ലീസയുടെ അടുത്തേക്ക് വരികയാണ്. ഗബ്രിയേലയുടെ കൂടെ ഉണ്ടായിരുന്ന മറ്റൊരു കള്ളനാകട്ടെ ജെയും കൂട്ടിക്കൊണ്ട് ആ ഒരു സേഫ് ഇരിക്കുന്ന സ്ഥലത്തേക്ക് കൊണ്ടുപോയി. അതേ സമയത്ത് തന്നെ അവിടെ ഒളിച്ചിരുന്ന മറ്റൊരു സ്റ്റാഫായിട്ടുള്ള ഹെൻറി പോലീസിനെ വിളിച്ച് ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ വിളിച്ചു പറയുകയാണ്. അതിൻ്റെ കൂടെ തന്നെ ജയയുടെ മകളായിട്ടുള്ള ഒലീവിയ മറ്റൊരു ഷെൽഫിൻ്റെ അടുത്ത് ഒളിച്ചിരിക്കുകയായിരുന്നു. പെട്ടെന്നായിരുന്നു അവളുടെ കാല് തട്ടി ഒരു ക്യാന് അവിടേക്ക് ഉരുണ്ടുപോയത്. അത് മറ്റൊരു സൈഡിൽ നിന്ന് ഗബ്രിയേല കേട്ടിരുന്നു. ഇതേ സമയത്ത് തന്നെ സേഫിൻ്റെ അടുത്തേക്ക് ജയെ കൊണ്ടുപോയ ആ ഒരു കള്ളൻ സേഫ് തുറക്കാനായിട്ട് അവനെ വളരെയധികം നിർബന്ധിക്കുകയാണ്. പക്ഷേ ജയ പഠിച്ച 18 പണി നോക്കിയിട്ടും ആ ഒരു സേഫ് തുറക്കാൻ കഴിഞ്ഞില്ല. ഇത് കണ്ടപ്പോൾ ആ ഒരു കള്ളന് വല്ലാത്ത ദേഷ്യമായി അവനെ ഭീഷണിപ്പെടുത്തുകയാണ്. എന്നാൽ ആ ഒരു കള്ളന്റെ ശബ്ദം അത് ജയ്ക്ക് നന്നായിട്ട് കേട്ടുപരിചയമുള്ള ഒരു ശബ്ദമായിരുന്നു. ജയ പെട്ടെന്ന് എഴുന്നേറ്റ് നിന്നിട്ട് ആ ഒരു കള്ളന്റെ ആ ഒരു മുഖം മറച്ച സ്കാർഫ് ഊരിയപ്പോഴാണ് ഒരു കാര്യം മനസ്സിലായത്. അത് രാവിലെ വന്ന മിഗേലാണെന്ന്. ഇത് കണ്ടപ്പോൾ ജയ മിഗേലിനോട് പറഞ്ഞു, നിനക്ക് ആവശ്യമായിട്ടുള്ള കാശ് എന്താന്ന് വെച്ചാൽ അത് പെട്ടെന്ന് എടുത്തിട്ട് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോക്കോ. ഇവിടെ നടന്ന കാര്യങ്ങളൊന്നും തന്നെ ആരോടും പറയത്തില്ലെന്ന് അവനങ്ങനെ വാക്ക് കൊടുക്കുകയാണ്. പെട്ടെന്നാണ് സ്റ്റോറിൽ നിന്ന് ഒരു വെടിവെച്ച് കേട്ടത്. ജയ് ഓടി മുകളിലേക്ക് എത്തിയപ്പോൾ തൻ്റെ മകൾ ഒലീവിയ അവൻ്റെ അടുത്തേക്ക് ഓടി വരികയായിരുന്നു. ജയ് പെട്ടെന്ന് തന്നെ അവൻ്റെ കയ്യിലുണ്ടായിരുന്ന ഒരു ലൊക്കേറ്റർ എടുത്ത് ഒലീവിയുടെ കയ്യിലേക്ക് കൊടുത്തിട്ട് ബേസ്മെൻറ്റിൽ പോയി ഒളിച്ചിരിക്കാനായിട്ട് പറയുകയാണ്. ജയ് അങ്ങനെ ഷെൽഫിൽ നിന്നൊരു കത്തിയെടുത്ത് പ്രതിരോധിക്കാനായിട്ട് അവിടെ മൊത്തം പരിശോധിച്ചു. അപ്പോഴാണ് നിലത്ത് വെടികൊണ്ട് കിടക്കുന്ന ലീസയെ അവൻ കണ്ടത്. ലീസയ്ക്ക് ഇപ്പോഴും ജീവനുണ്ട്, കുറച്ച് രക്തം പോയിട്ടുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോഴേക്കും തോക്കും പിടിച്ചുകൊണ്ട് ഗബ്രിയേല അവിടെ വന്നിരുന്നു. ലീസ എന്നെ കടിക്കാൻ ശ്രമിച്ചു, അതുകൊണ്ടാണ് എനിക്ക് അവളെ വെടിവെക്കേണ്ടി വന്നത്. ഇതേ സമയത്ത് തന്നെ അവിടേക്കെത്തിയ മിഗേലിനോട് ലീസയുടെ ആ ഒരു മുറിവിൽ കൈ അമർത്തി പിടിക്കാനായിട്ട് മിഗേലിനോട് ജെ പറയുകയാണ്. ഇതേ സമയത്ത് തന്നെ മുറിവ് വെച്ച് കെട്ടാനായിട്ട് കുറച്ച് കാര്യങ്ങൾ എടുക്കാനായിട്ട് ജെ ആ ഒരു സ്റ്റോറിൻ്റെ മറ്റൊരു സൈഡിലേക്ക് പോയി. അങ്ങനെ ഉടൻ തന്നെ ജെ കുറച്ച് കോട്ടണും ബാൻഡേജുമായിട്ട് വന്നിട്ട് അവളുടെ മുറിവ് വെച്ച് കിട്ടുകയാണ്. അങ്ങനെ ഇരിക്കുകയാണ് പുറത്തുനിന്ന് ആ ഒരു ഷട്ടറിൽ ആരോ കൊട്ടുന്നതായിട്ട് അവർ കേട്ടത്. സെക്യൂരിറ്റി ക്യാമറയിൽ ഗബ്രിയേലും മിഗേലും വന്ന് നോക്കുമ്പോൾ കാണുന്നതാകട്ടെ ഒരു പോലീസുകാരനായിരുന്നു അത്. എന്നാൽ ആ ഒരു ഷട്ടറിൽ കൊട്ടിക്കൊണ്ടിരുന്ന പോലീസുകാരൻ്റെ അടുത്തേക്ക് പെട്ടെന്ന് 2 പേര് ഓടി വന്ന് അയാളെ ആക്രമിക്കുകയാണ്. അപ്പോൾ ഹെൻറി ഓടി വന്നിട്ട് മൊബൈലിലേക്ക് വന്ന ഒരു എമർജൻസി മെസ്സേജ് അവരെ കാണിക്കുകയാണ്. ആ ഒരു മെസ്സേജിൽ പറയുന്നതാകട്ടെ ഒരു ഔട്ട് ബ്രേക്കിനെ പറ്റിയാണ്. നഗരത്തിൽ മൊത്തം ഇച്ചെന്ന്, അതായത് ചൊറിച്ചിൽ വരുന്ന ഒരു അസുഖം പടർന്നിരിക്കുകയാണ്. അതുകൊണ്ട് നമ്മുടെ നഗരത്തിൽ മൊത്തം ലോക്ക്ഡൗൺ ആയിരിക്കും. ഇതിന്റെ പ്രധാന സിംറ്റം എന്ന് പറയുന്നത് തന്നെ അസഹനീയമായിട്ടുള്ള ആ ഒരു ചൊറിച്ചിലാണ്. അത് ചൊറിഞ്ഞ് അവസാനം ദേഹത്തു നിന്ന് രക്തം വരുന്ന രീതിയിൽ ആ ഒരു ചൊറിച്ചിൽ മാറും. ഈ ഒരു ചൊറിച്ചിൽ കാരണം മറ്റുള്ളവരെ ചൊറിയാനും ഇവർക്ക് തോന്നും. ഇതൊക്കെയാണ് അതിന്റെ സിംറ്റംസ്. ഇതായിരുന്നു ആ ഒരു എമർജൻസി അലേർട്ടിൽ പറയുന്ന കാര്യം. എന്നാൽ ഈ വന്ന മെസ്സേജും ഈ കാര്യങ്ങളുമെല്ലാം ഫേക്ക് ആണ് എന്നാണ് ഗബ്രിയേലും മിഗേലും പറയുന്നത്. അതിന്റെ പേരിൽ അവർക്ക് നേരെ തോക്ക് യൂണ്ടി പിടിക്കുകയാണ് അവർ 2 പേരും. തോക്ക് ജയുടെ നേരെ ഗബ്രിയേൽ പിടിച്ചു വെക്കുന്നുണ്ടായിരുന്നെങ്കിലും അവളെ ഒന്ന് സമാധാനപ്പെടുത്താൻ, അവളെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കാനായിട്ട് ജയ ശ്രമിക്കുകയായിരുന്നു. പെട്ടെന്നായിരുന്നു ജയ അവളുടെ കൈക്ക് പിടിച്ച് അവളെ തിരിച്ച് ആ ഒരു തോക്ക് അവൻ്റെ കയ്യിലേക്ക് ആക്കിയത്. അങ്ങനെ തോക്കിൻ മുന്നിൽ നിർത്തി തന്നെ 2 പേരെയും ജയും മിഗേലും ചേർന്ന് അവിടെ ഒരു സൈഡിലേക്ക് കൈയും കാലും കെട്ടിവെക്കുകയാണ്. അങ്ങനെ ഫോണിൽ മറ്റൊരു എമർജൻസി അലേർട്ടോടെ വന്നു. എമർജൻസി ഓപ്പറേഷൻസും കാര്യങ്ങളുമെല്ലാം താൽക്കാലികമായിട്ട് നിർത്തിവെച്ചിരിക്കുകയാണ്. ഏതായാലും ഇവരെ രക്ഷിക്കാൻ ഇനി ആരും വരത്തില്ലെന്ന് ഇവർക്ക് ബോധ്യമായി. അത് മാത്രമല്ല, പബ്ലിക്കിൽ ആരെങ്കിലും 10 സെക്കൻഡിൽ കൂടുതൽ ചൊറിയുന്നത് കണ്ടാൽ അവരെ ഉടൻ തന്നെ കൊന്നുകളയാനായിട്ടാണ് അവിടുത്തെ സെക്യൂരിറ്റി ഓഫീസേഴ്സിനോടും സോൾജേഴ്സിനോടും അവിടുത്തെ ഗവൺമെന്റ് പറഞ്ഞിരിക്കുന്നത്. പെട്ടെന്നായിരുന്നു ഒലീവിയയ്ക്ക് അവൻ കൊടുത്ത ആ ഒരു ജെയുടെ ലൊക്കേറ്റർ റിങ് ചെയ്യുന്നത് അവൻ കേട്ടത്. തോക്കും പിടിച്ച് ജെ ബേസ്മെന്റിലേക്ക് ചെല്ലുമ്പോൾ അവിടെ കാണുന്നത് ആരോ ഒരാൾ സോംബിയെ പോലെ നിന്ന് മറ്റൊരാളെ മാന്തി പറിക്കുകയാണ്. അങ്ങനെ അയാൾ എഴുന്നേറ്റ് നിന്ന് ജെയ്ക്ക് നേരെ തിരിഞ്ഞപ്പോൾ ജെയുടെ അടുത്തേക്ക് ഓടി വരുന്നത് കണ്ടപ്പോൾ ജെ അവന്റെ തോക്കെടുത്ത് ആ ഒരു സ്ത്രീക്ക് നേരെ വെടിവെച്ച് അവൻ അതിനെ കൊല്ലുകയാണ്. ജെ ഇങ്ങനെ മരിച്ചിടുന്ന ആ ഒരു രോഗം ബാധിച്ച ആ ഒരു സ്ത്രീയുടെ അടുത്ത് നിന്ന് നോക്കിയപ്പോൾ അവൻ്റെ ലൊക്കേറ്റർ അവന് കിട്ടി. കൂടെ തന്നെ വേറെ 2 പേരും മരണപ്പെട്ട് കിടക്കുന്നത് അവൻ കാണുകയാണ്. ബേസ്മെന്റിന്റെ അവിടെ ഉണ്ടായിരുന്ന ആ ഒരു ഹാച്ച് വഴിയാണ് അവർ അകത്തേക്ക് കയറി കൂടിയത്. ഉടൻ തന്നെ ഒരു ലോക്ക് ഉപയോഗിച്ച് അവനെ ഹാച്ച് അടച്ചതിന് ശേഷം ആ ഒരു ബേസ്മെന്റിൽ ഒലീവിയെ തപ്പിയപ്പോഴാണ് ഒരു സൈഡിൽ ഒളിഞ്ഞിരിക്കുന്ന ഒലീവിയെ അവൻ കണ്ടത്. ജെ ഇങ്ങനെ ഒലീവിയും എടുത്തുകൊണ്ട് മുകളിലേക്ക് പോവുകയാണ്. അപ്പോഴാണ് മരിച്ചു കിടന്ന അതിൽ ഒരാൾക്ക് ജീവനുണ്ടെന്ന് നമ്മളെ കാണിക്കുന്നത്.
ജെ അങ്ങനെ ലൊക്കേറ്റർ ഒലീവിയയ്ക്ക് കൊടുത്ത് അവളെ ഓഫീസ് റൂമിൽ ഇരുത്തിയിട്ട് കെട്ടിയിട്ട മിഗേലിൻ്റെയും ഗബ്രിയലിൻ്റെ അടുത്തേക്ക് ജെ തോക്കും കൊണ്ട് വരികയാണ്. അപ്പോഴാണ് അവരുടെ കൂടെ ഉണ്ടായിരുന്ന സ്റ്റാഫായിട്ടുള്ള ഹെൻറി മുകളിലേക്ക് ഓടിക്കയറി പോയ കാര്യം മിഗേൽ ജെയോട് പറഞ്ഞത്. ജെ ഇങ്ങനെ തോക്കുമായിട്ട് മുകളിലേക്ക് ചെന്നപ്പോൾ കോടാലി പിടിച്ചു നിൽക്കുന്ന ഹെൻറിയാണ് അവൻ കണ്ടത്. ജെ ഇങ്ങനെ തോക്ക് ചൂണ്ടിയിട്ട് ഹെൻറിയോട് കോടാലി നിലത്ത് വെക്കാനായിട്ട് പറഞ്ഞു. ഹെൻറി ഇങ്ങനെ തുറന്നു പറയുകയാണ്, തനിക്ക് ആ വൈറസ് വന്നിട്ടില്ല, ഒരു പ്രിക്വേഷൻ്റെ ഭാഗമായിട്ട് മാത്രമാണ് ആ കോടാലി ഞാൻ എടുത്തത്. ഹെൻറി ഇങ്ങനെ ബാത്റൂമിൽ പോകുന്നതിന് മുമ്പ് അവൻ്റെ കയ്യിൽ നിന്ന് ജെ അവൻ്റെ ഫോൺ വാങ്ങുകയാണ്. എന്നിട്ട് ഒരു സൈഡിലേക്ക് മാറിപ്പോയിരുന്ന് ജെ പുറത്ത് നടക്കുന്ന ന്യൂസ് എല്ലാം നോക്കുകയായിരുന്നു. വാർത്തയിൽ കുറേ പൊളിറ്റീഷ്യൻസ് ഈ ഒരു വൈറസ് ഔട്ട് ബ്രേക്ക് വെറും ഒരു ഫേക്ക് ന്യൂസ് ആണെന്നാണ് പറഞ്ഞു വരുത്തുന്നത്. പക്ഷേ അതിൻ്റെ ഒപ്പം തന്നെ വീഡിയോയിൽ കുറേയേറെ പേരെ ശരീരം ചൊറിഞ്ഞു നടിക്കുന്നത് കാണിക്കുന്നുണ്ട്. ജെ അങ്ങനെ പെട്ടെന്ന് തന്നെ തൻ്റെ അച്ഛൻ ജോനെ വിളിച്ചിട്ട് കാര്യം അന്വേഷിക്കാൻ നോക്കിയപ്പോൾ അവൻ്റെ അച്ഛൻ ജോ ഫോൺ എടുത്തില്ല. അങ്ങനെ ഹെൻറിയും ജെയും തിരികെ ബേസ്മെൻറ്റിലേക്ക് പോയപ്പോഴാണ് ഹെൻറി ഒരു സംശയത്തോടെ ജെയോട് ഒരു കാര്യം ചോദിച്ചത്. ബേസ്മെൻറ്റിൽ പോയപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ബോഡിയുമായിട്ട് നിനക്ക് കോൺടാക്റ്റ് വന്നിട്ടുണ്ടോ? കാരണം ആ മരിച്ചവർക്കും ആ ഒരു വൈറസ് ഉണ്ട്. എന്നാൽ ഇത് കേട്ടപ്പോൾ കാര്യമായിട്ട് ജെ പ്രതികരിച്ചില്ല. അപ്പോഴാണ് മിഗേൽ ഒരു കാര്യം ജെയോട് പറഞ്ഞത്. തൻ്റെ കൂടെ ഇരിക്കുന്ന ഗബ്രിയേൽ അത് അവൻ്റെ നീസാണ്, അവൾ പ്രഗ്നൻ്റ് ആണ്, അതുകൊണ്ട് അവൾക്ക് നല്ല സുരക്ഷ ആവശ്യമാണെന്ന് മിഗേൽ ജെയോട് പറഞ്ഞു. ഇത് കേട്ടപ്പോൾ ജെ അവരെ കെട്ടിയിട്ട ആ ഒരു കെട്ടഴിച്ചു കൊടുക്കുകയാണ്. അങ്ങനെ അവരെല്ലാവരും വെടികൊണ്ട് നിലത്ത് കിടന്ന ലീസയുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. ലീസയുടെ അടുത്ത് ചെന്നപ്പോൾ ലീസ ഒരു കാര്യം തുറന്നു പറഞ്ഞു. യഥാർത്ഥത്തിൽ കഴിഞ്ഞ ദിവസം ആ ഒരു കടയിൽ മോഷണം നടത്തിയത് താനായിരുന്നു. താൻ കാരണമാണ് മിഗേലിന് അവിടുത്തെ ആ ഒരു ജോലി നഷ്ടപ്പെട്ടത്. അതിൽ ലിസ അവനോട് സോറിയും പറയുന്നുണ്ട്. പെട്ടെന്നാണ് പുറത്തുനിന്ന് വലിയ വെടിവെച്ചകൾ അവർ കേട്ടത്. അവർ ക്യാമറയിൽ കൂടെ ചെന്ന് നോക്കുമ്പോൾ കാണുന്നത് ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള കുറേ പേർ വെടികൊണ്ട് നിലത്ത് വീഴുന്നതാണ്. പെട്രോളിങ്ങിലുള്ള പോലീസുകാരെല്ലാവരും ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള എല്ലാവരെയും വെടിവെച്ച് കൊല്ലുകയാണ്. എന്തിനേറെ ആ ഒരു ഷട്ടറിന്റെ അടുത്തുണ്ടായിരുന്ന ആ ഒരു ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള പോലീസുകാരനെയും അവരെല്ലാം വെടിവെച്ച് കൊന്നു. അപ്പോഴാണ് ഹെൻറിയുടെ ഫോണിൽ മറ്റൊരു മെസ്സേജ് വന്നത്. ഈ ഒരു വൈറസ് എന്ന് പറയുന്നത് റീജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു മാരകമായിട്ടുള്ള ഒരു വൈറസാണ്. അത് പിന്നീട് വളരുക മാത്രമേ ചെയ്യത്തുള്ളൂ. ഏതായാലും നമ്മളെല്ലാവരും ഇവിടെ പെട്ടുപോയി എന്ന് തന്നെയാണ് ഗബ്രിയേലും പറയുന്നത്. നമുക്കിനി മറ്റൊരു വഴിയുമില്ല, വെടികൊണ്ട് കിടക്കുന്ന ലീസയെ നോക്കി പരിചയിച്ച് ഇവിടെ തന്നെ കുറച്ചു നേരം നിൽക്കാമെന്ന് ജെ അവരോട് പറഞ്ഞു. അങ്ങനെ മുകളിലത്തെ നിലയിലേക്ക് ഗബ്രിയേലും മിഗേലും ചെന്നപ്പോഴാണ് ഗബ്രിയേൽ തോക്ക് ഉപയോഗിച്ചതിൻ്റെ പേരിൽ മിഗേൽ വല്ലാതെ അവളെ വഴക്ക് പറയുകയാണ്. എന്നാൽ അവൻ്റെ ആ ഒരു വർത്താനത്തെ ഗബ്രിയേൽ എതിർത്ത് സംസാരിക്കുകയായിരുന്നു. തനിക്ക് അച്ഛനില്ലാതെ വളർന്നപ്പോൾ തന്നെ നോക്കി വളർത്തേണ്ടത് നിങ്ങളായിരുന്നു. എന്നാൽ മിഗേൽ മറ്റൊരു കാര്യമാണ് മറുപടി പറയുന്നത്. അവളെ നോക്കി വളർത്തുന്നത് അത്രയേറെ ബുദ്ധിമുട്ടേറിയ കാര്യമായിരുന്നു, കാരണം അവൾ അത്രയേറെ കുഴപ്പക്കാരിയായിരുന്നു. ഇതേ സമയത്ത് മറ്റൊരു സൈഡിൽ ഹെൻറി ആകട്ടെ അവിടെ കടന്നുകൊണ്ട് തൻ്റെ ഫോണിൽ സുഹൃത്തിൻ്റെ ഫോട്ടോയും നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ പെട്ടെന്നാണ് ഹെൻറിക്ക് അവൻ്റെ ശരീരം ചൊറിയുന്നതായിട്ട് അവന് തോന്നിയത്. അവൻ 10 വരെ കൗണ്ട് ഡൗൺ ചെയ്ത് അവനെ തന്നെ ഒന്ന് ശാന്തനാക്കാനായിട്ട് അവൻ ശ്രമിച്ചു. ഇതേ സമയം മറ്റൊരു സൈഡിൽ ഓഫീസിൽ ഒലീവിയയും ജെയും മാറിയിരിക്കുകയായിരുന്നു. അങ്ങനെ ഇരുന്നപ്പോഴാണ് ഒലീവിയ ജെയോട് ചോദിച്ചത്, ലീസയ്ക്ക് വെടികൊണ്ടത് തൻ്റെ തെറ്റ് കാരണമാണോ? എന്നാൽ ജെ അതിനെ എതിർക്കുകയും അവളെ ആശ്വസിപ്പിക്കുകയും ചെയ്യുകയായിരുന്നു. ഇപ്പോൾ നമുക്ക് ചുറ്റും എന്താണ് നടക്കുന്നതെന്ന് ഒലീവിയ ജെയോട് ചോദിച്ചപ്പോൾ ചുറ്റുമുള്ള ആൾക്കാരെല്ലാം വൈറസ് ഇൻഫെക്റ്റ് ആയിട്ട് സിക്കായിട്ടിരിക്കുകയാണെന്നാണ് അവൻ മറുപടി പറഞ്ഞത്. അങ്ങനെ ഇരുന്നപ്പോഴാണ് ഒലീവിയയ്ക്ക് അവളുടെ മുത്തച്ഛനായിട്ടുള്ള ജോനെ പറ്റിയുള്ള ഓർമ്മ വന്നത്. അങ്ങനെ ജെ ഉടൻ തന്നെ ഫോൺ എടുത്ത് തൻ്റെ അച്ഛൻ ജോനെ വിളിക്കുകയാണ്. എന്നാൽ മുൻപത്തെ പോലെ അല്ലായിരുന്നു, ജോ ഇപ്പോൾ ഫോൺ എടുക്കുകയാണ്. ജോ ഇങ്ങനെ തൻ്റെ കൊച്ചുമകളോട് സംസാരിച്ചതിന് ശേഷം ജയോട് പറയുകയാണ് അവിടെ നിന്ന് അവനോട് സംസാരിക്കാനായിട്ട് കുറച്ച് മാറിയിരിക്കാനായിട്ട്. അങ്ങനെ ജെ ഒരു ഷെൽഫിൻ്റെ അടുത്തേക്ക് മാറിയിരുന്നപ്പോൾ ജോ ആ ഒരു സത്യം വെളിപ്പെടുത്തി. തൻ്റെ ഭാര്യ, അതായത് ജെയുടെ അമ്മ, ഇൻഫെക്റ്റഡ് ആയിരിക്കുകയാണ്. അവൾക്കിപ്പോൾ നല്ല ചൊറിച്ചിലുണ്ട്, അതുപോലെ തന്നെ അവൾ എന്നെയും സ്ക്രാച്ച് ചെയ്തിട്ടുണ്ട്. അതായത് ഞാനും ഇപ്പോൾ ഇൻഫെക്റ്റഡ് ആണ്. ജോ ഇങ്ങനെ ആ ഒരു സത്യം അവനോട് തുറന്നു പറയുകയാണ്. തൻ്റെ മുൻപിൽ മറ്റൊരു വഴിയുമില്ല, തൻ്റെ ഭാര്യയെ വെടിവെച്ച് കൊല്ലുക, ശേഷം സ്വയം മരിക്കുക. അതാണ് ജോയുടെ പ്ലാന്. ഇത് കൂടുതൽ ആൾക്കാരിലേക്ക് എത്തുന്നതിന് മുൻപ് തന്നെ ഞങ്ങളായിട്ട് സ്വയം മരിക്കുകയാണെങ്കിൽ അത്രയും നല്ലതെന്ന് ജോ പറഞ്ഞു. അങ്ങനെയൊന്നും ചെയ്യല്ലേ, നമുക്ക് എന്തെങ്കിലും പരിഹാരം ഉണ്ടാക്കാമെന്ന് ജെ പറഞ്ഞു വന്നെങ്കിലും തൻ്റെ മകനോട് സ്നേഹത്തോടെ ഐ ലവ് യു പറഞ്ഞിട്ട് ജോ അപ്പോൾ തന്നെ കോള് കട്ട് ചെയ്തു. അതുകൂടെ ആയപ്പോൾ ജെയ്ക്ക് സഹിക്കാൻ മേലാതെ അവൻ അവിടെ പൊട്ടിക്കരയുകയായിരുന്നു. ആശ്വസിപ്പിക്കാനായിട്ട് ഒലിവിയ അവൻ്റെ അടുത്തേക്ക് ഓടി വന്ന് അവനെ കെട്ടിപ്പിടിച്ചു. ഈ ഒരു കാര്യം അറിയാതിരിക്കാനും അവളെ ഡിസ്ട്രാക്ട് ചെയ്യാനുമായിട്ട് ജെ അവൻ്റെ ഫോണിൽ മുത്തച്ഛൻ്റെ ആ ഒരു പഴയ ബർത്ത്ഡേ പാർട്ടിയുടെ വീഡിയോ അവൻ പ്ലേ ചെയ്ത് കാണിക്കുകയാണ്. ഒലിവിയ അങ്ങനെ അവൻ്റെ കയ്യിൽ നിന്ന് തന്നെ പതിയെ ഉറങ്ങുകയാണ്. അങ്ങനെ അവളെ ഉറങ്ങിക്കഴിഞ്ഞപ്പോൾ അവളെ എടുത്തുകൊണ്ട് ഓഫീസിൽ കൊണ്ടുവരുത്തി. അവളെ ആ ഒരു നിലത്ത് കടത്തിയപ്പോൾ ഒലിവിയ അവളുടെ കഴുത്തുനിന്ന് ചൊറിയുന്നത് ജെ ശ്രദ്ധിച്ചു. പേടിയോടെയാണെങ്കിലും അവൻ 10 വരെ കൗണ്ട് ഡൗൺ എണ്ണി. അതിനു മുൻപ് തന്നെ ഏതായാലും അവളെ ചൊറിച്ചിൽ നിർത്തിയത് കൊണ്ട് അവന് ചെറിയ ആശ്വാസമായി. താൻ വിചാരിച്ചതുപോലെ അവൾക്ക് വൈറസ് ഇൻഫെക്റ്റ് ആയിട്ടില്ലെന്ന് അവൻ അങ്ങനെ ബോധ്യമായി. ശേഷം ജെ വെടികൊണ്ട് കിടക്കുന്ന ലീസയുടെ അടുത്തേക്ക് അവളെ ചെക്ക് ചെയ്യാനായിട്ട് ചെല്ലുകയാണ്. അവളെ എങ്ങനെ പരിശോധിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ജെ പുറത്തുനിന്ന് എന്തോ ശബ്ദം കേട്ടത്.
ജെ എങ്ങനെ ആ ഒരു സെക്യൂരിറ്റി ക്യാമറയിൽ കൂടെ നോക്കിയപ്പോൾ കാണുന്നത് മരിച്ചുപോയി എന്ന് വിചാരിച്ച ആ ഒരു ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള പോലീസ് ഓഫീസർ എഴുന്നേറ്റ് നിൽക്കുന്നതാണ്. ഇതേ സമയത്ത് തന്നെ സ്റ്റോർ റൂമിൽ കൂടെ കുറച്ച് ടൂൾസും തപ്പിക്കൊണ്ട് നടക്കുകയാണ് ഗബ്രിയേല. അങ്ങനെ അവൾക്ക് ഒരു ഹാമർ കിട്ടി. എന്നാൽ പെട്ടെന്നാണ് മിഗേൽ ഓടി വന്ന് അവളുടെ കയ്യിൽ നിന്ന് ആ ഒരു ഹാമർ കണ്ടുപിടിച്ചത്. മറ്റാരെങ്കിലും അറ്റാക്ക് ചെയ്യുന്നതിന് മുൻപ് തന്നെ അവളുടെ കയ്യിൽ നിന്ന് അവൻ ആ ഹാമർ തിരിച്ചു മേടിച്ചു. അങ്ങനെ ശബ്ദം കേട്ട് ജെയുടെ അടുത്തേക്ക് ആ ഒരു സെക്യൂരിറ്റി ക്യാമറയുടെ അടുത്തേക്ക് എല്ലാവരും വന്ന് കൂടി നോക്കുകയാണ്. അവർ നോക്കിയപ്പോൾ അവർക്കൊരു കാര്യം മനസ്സിലായി. അധികം വൈകാതെ ബേസ്മെന്റിലുള്ള ആ ഒരു ഡെഡ് ബോഡീസും അതും പെട്ടെന്ന് തന്നെ എഴുന്നേക്കാൻ സാധ്യതയുണ്ട്. ഏതായാലും മിഗേലും ജെയും താഴെ ബേസ്മെന്റിലേക്ക് ചെന്ന് ആ ഒരു ഡെഡ് ബോഡീസ് ചെക്ക് ചെയ്യാമെന്ന് പറയുകയാണ്. ഹെൻറി ആകട്ടെ ബാക്കിയുള്ളവരെ മുകളിൽ തന്നെ നോക്കിക്കൊള്ളാമെന്ന് പറഞ്ഞു. അങ്ങനെ ജെയും മിഗേലും ബേസ്മെന്റിൽ ചെന്ന് നോക്കിയപ്പോഴാണ് 2 ബോഡിയിൽ ഒരു ബോഡി മാത്രമേ അവിടെയുള്ളൂ. ഏതായാലും നമുക്ക് ഈ ഒരു ഡെഡ് ബോഡിയുടെ തല വെട്ടി മാറ്റണമെന്ന് ജെ മിഗേലോട് പറയുകയാണ്. എന്നാൽ അത് ചില ക്രൂരമായ കാര്യമല്ലേ എന്ന് മിഗേൽ ജെയോട് പറയുകയായിരുന്നു. ഇങ്ങനെ വലിയ വർത്തമാനം പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴാണ് ആ ഒരു ഡെഡ് ബോഡി പെട്ടെന്ന് മിഗേലിന്റെ കാലെ കയറി പിടിച്ചത്. മിഗേൽ ഒന്നും നോക്കിയില്ല, കയ്യിൽ കിട്ടിയ കോടാലിയും എടുത്തുകൊണ്ട് ആ ഒരു സോംബി ഡെഡ് ബോഡിയെ വെട്ടിക്കൊല്ലുകയാണ്. മരിച്ചു എന്ന് ഉറപ്പ് വരുത്താനായിട്ട് ജെ അതിനെ വെടിവെക്കുകയും ചെയ്തു. അങ്ങനെ അവർ രണ്ടുപേരും ബാക്കിയുണ്ടായിരുന്ന ആ ഒരു ഡെഡ് ബോഡി എന്ത് ചെയ്യുന്നു അവിടെ പരിശോധിക്കുകയായിരുന്നു. അവരിത് തിരിഞ്ഞ സമയത്ത് തന്നെ ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ആ ഒരു ഡെഡ് ബോഡി പുറകെ കൂടെ ആ ഒരു സ്റ്റെയർ വഴി അവർ കാണാതെ കയറി പോവുകയായിരുന്നു. എന്നാൽ ഇത് കണ്ട് മിഗേൽ പുറകെ ചെന്ന് നോക്കിയപ്പോൾ കാണുന്നതാകട്ടെ സ്റ്റെയർ കേഴ്സിൽ വെച്ച് തന്നെ ആ ഒരു ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ആ ഒരു സോംബിനെ ഹാമർ വെച്ച് തലക്കടിച്ച് വന്നിട്ട് അവിടെ ഇരിക്കുന്ന ഗബ്രിയേലിനെയാണ്. ശേഷം അവർ 3 പേരും ചേർന്ന് ആ 2 ഡെഡ് ബോഡിയും അവിടെ ഒരു വീപ്പയിൽ കെമിക്കൽസും ആസിഡും ഒഴിച്ച് ആ 2 ഡെഡ് ബോഡീസും അവർ അതിലിട്ട് അലിയിപ്പിച്ച് കളഞ്ഞു. ഇത് കണ്ടു നിൽക്കുന്ന മിഗേലാകട്ടെ പെട്ടെന്ന് നോക്കാനും വന്ന് ഛർദ്ദിക്കുകയും ചെയ്യുകയാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ജെ മിഗേലിനോട് മോഷ്ടിക്കാനുള്ള അവൻ്റെ ആ ഒരു കാരണത്തെപ്പറ്റി ചോദിച്ചത്. അങ്ങനെ തൻ്റെ സഹോദരിയായിട്ടുള്ള ഗബ്രിയേലിനെ പറ്റിയും അവൻ അങ്ങനെ പറയാൻ തുടങ്ങി. അവളുടെ ബോസ് തന്നെ അവളെ ഗർഭിണിയാക്കിയിരിക്കുകയാണ്. ഈ ഒരു കാര്യമായിട്ട് ബോസിൻ്റെ അടുത്ത് ചെന്നപ്പോൾ അയാൾ പറഞ്ഞതാകട്ടെ അബോർഷൻ ചെയ്ത് കളയാനായിട്ടാണ്. അങ്ങനെ അവൻ്റെയും അവളുടെയും കാര്യം പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴാണ് മുകളിൽ നിന്ന് ഹെൻറി അവരെ വിളിച്ചത്. 2 പേരും ചെന്ന് മുകളിൽ ചെന്ന് നോക്കുമ്പോൾ കാണുന്നതാകട്ടെ ലീസ മരണപ്പെട്ട് കിടക്കുന്നതാണ്. അങ്ങനെ ലീസയുടെ ബോഡി ഒരു ഷീറ്റ് ഉപയോഗിച്ച് മൂടുന്നതിൻ്റെ ഇടയിലാണ് ഇതൊക്കെ കണ്ടിട്ട് കുറ്റബോധം തോന്നിയ ഗബ്രിയേല് ഒലീവിയുടെ അടുത്ത് നിന്ന് അവളെ പിടിച്ച് അവളെ ശകാരിച്ചത്. കാരണം ആ കുട്ടി കാരണമാണല്ലോ ഗബ്രിയേലയ്ക്ക് ലീസനെ വെടിവെക്കേണ്ടി വന്നത്. ഇത് കണ്ടു നിന്ന ജയാകട്ടെ ഒലിവയും കൂട്ടിക്കൊണ്ട് ഓഫീസിലേക്ക് കയറിപ്പോയി. ഗബ്രിയേല ചെയ്ത കാര്യത്തിന് മിഗേൽ ജയോട് സോറിയും പറഞ്ഞു. ഇനി നമുക്ക് ലീസയുടെ ബോഡി ഇങ്ങനെ വെച്ചോണ്ടിരിക്കാൻ കഴിയത്തില്ല, അവൾ അർഹിക്കുന്ന രീതിയിൽ അവൾക്കൊരു സംസ്കാരം കൊടുക്കണമെന്ന് മിഗേൽ ജയോട് പറഞ്ഞു. അങ്ങനെ ലീസയുടെ ചുറ്റും കൂടി നിന്ന് അവരെല്ലാം ലീസയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ഒലിവിയാകട്ടെ അവളുടെ ഒരു ഇഷ്ടപ്പെട്ട പെയിന്റിങ്സ് ലീസയുടെ മുൻപിൽ വെക്കുകയും ചെയ്തു. ഇത് കഴിഞ്ഞപ്പോൾ കുറ്റബോധം തോന്നിയ ഗബ്രിയേല ആകട്ടെ ചെയ്ത കുറ്റമെല്ലാം ഏറ്റുപറഞ്ഞ് അവിടെ കൂടിയിരുന്നവരോടും ഒലിവിയോടും അവൾ സോറി പറഞ്ഞു. അതെല്ലാം കഴിഞ്ഞ് ഹെൻറി ലീസയുടെ ബോഡി എടുക്കാൻ വന്നപ്പോഴാണ് ലീസയുടെ കൈ പെട്ടെന്ന് അവനെ കയറി പിടിച്ചത്. ഇത് കണ്ടു നിന്ന ജയാകട്ടെ ഓടി വന്നിട്ട് ലീസയുടെ കൈ അവൻ്റെ ദേഹത്ത് നിന്ന് വിടുവിക്കുകയാണ്. ഹെൻറി ആകട്ടെ അവിടെ ഉണ്ടായിരുന്ന ഒരു രജിസ്റ്ററിൻ്റെ മെഷീൻ എടുത്തിട്ട് ലീസയുടെ തല തല്ലി പൊളിക്കുകയാണ്. അങ്ങനെ ലീസ മരണപ്പെട്ടതെന്ന് അവൻ ഉറപ്പുവരുത്തി. അങ്ങനെ അധികം വൈകാതെ ലീസയുടെ ബോഡിയും ജെയും മിഗേലും എടുത്തുകൊണ്ട് വന്ന് ആ ഒരു കെമിക്കൽസിലിട്ട് അതിലങ്ങ് അലിയിപ്പിച്ച് കളയുകയാണ്. ഇതേ സമയം ബാത്റൂമിൽ പോയിട്ട് ദേഹം പരിശോധിച്ച് ഹെൻറി കാണുന്നതാകട്ടെ ലീസ കാരണം അവൻ്റെ ദേഹത്തുമുണ്ടായ ആ ഒരു സ്ക്രാച്ചാണ്. അതായത് ഹെൻറിയും അഫക്റ്റഡ് ആയിരിക്കുന്നു. അപ്പോഴേക്കും അവിടേക്ക് വന്ന മിഗേലാകട്ടെ ഹെൻറിയോട് അവൻ എന്തെങ്കിലും പറ്റിയോ എന്ന് ചോദിക്കുകയാണ്. എന്നാൽ താൻ ഇൻഫെക്റ്റഡ് ഒന്നും ആയിട്ടില്ലെന്നും ഒരു കുഴപ്പവുമില്ലെന്നാണ് ഹെൻറി മറുപടി പറഞ്ഞത്. അതിൻ്റെ കൂടെ തന്നെ തനി അമേരിക്കയിൽ പെട്ടുപോയ കാര്യവും മെക്സിക്കോയിലായിരുന്ന തൻ്റെ നാട്ടിൽ തന്നെ ജീവിച്ചാൽ മതിയായിരുന്ന കാര്യവും മിഗേൽ ക്യാഷ്വലായിട്ട് ഹെൻറിയോട് പറയുകയായിരുന്നു. അങ്ങനെ കുറച്ച് സമയങ്ങൾ കഴിയുമ്പോൾ ജെ കുറച്ച് ക്യാൻഡ് ഫുഡ്സും കുറച്ച് ക്യാൻഡിൽസും എടുത്തുകൊണ്ടുവന്ന് എല്ലാവരെയും വിളിച്ചു കൂട്ടി വന്ന് ആ ഒരു ടേബിളിന് ചുറ്റും ഇരിക്കുകയാണ്. അവസാനമായിട്ടുള്ള ആ ഒരു ഡിന്നറെങ്കിലും ഇച്ചിരി നന്നായിട്ട് നടക്കട്ടെ എന്നാണ് ജെ വിചാരിച്ചത്. അങ്ങനെ ഇരുന്നപ്പോഴാണ് പെട്ടെന്ന് പുറത്തുനിന്ന് എന്തോ ഒരു ശബ്ദം അവർ കേട്ടത്. പുറത്തുണ്ടായിരുന്ന ആ ഒരു ശബ്ദം പിന്നെയും കൂടിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കേതായാലും ഒന്നും ചെയ്യാൻ കഴിയത്തില്ല എന്ന് തന്നെയായിരുന്നു ജെ അവരോട് പറഞ്ഞത്. പുറത്തുപോയി നോക്കാനോ പുറത്തുള്ള കാര്യങ്ങൾ അറിയാനോ യാതൊരു യോഗ്യതയോ ഒരു നിർവാഹവുമില്ല. ഏതായാലും ജെയും കൂട്ടരും ആ ഒരു ഡിന്നർ അങ്ങനെ കണ്ടിന്യൂ ചെയ്യുകയാണ്. അതിൻ്റെ കൂടെ തന്നെ തൻ്റെ അച്ഛനായിട്ടുള്ള ജോ സൂക്ഷിച്ചു വെച്ച ഒരു കുപ്പി വൈനും എടുത്തുകൊണ്ട് ജെ വന്നു. എന്നിട്ട് മിഗേലിനും ഹെൻറിക്കും കൊടുത്തിട്ട് ഈ ഒരു ഡിന്നർ അങ്ങ് ആഘോഷമാക്കാനായിട്ട് അവർക്ക് തന്നെ അങ്ങ് ഒഴിച്ചു കൊടുക്കുകയാണ്. അതിൻ്റെ കൂടെ തന്നെ ജെ ഒരു കാര്യം തുറന്നു പറഞ്ഞു. ഇന്നു മുതൽ തൻ്റെ മകൾക്ക് വേണ്ടി അവനിനി വെള്ളം അടിക്കത്തില്ലെന്ന് അവനവിടെ സത്യം ചെയ്യുകയാണ്. അങ്ങനെ ഓരോരുത്തരും ഓരോരുത്തരുടെ വിഷമം തുറന്നു പറയാൻ തുടങ്ങി. ഹെൻറി ആകട്ടെ അവന് തൻ്റെ കുടുംബത്തെ കാണാൻ പറ്റാത്ത ആ ഒരു വിഷമം തുറന്നു പറഞ്ഞു. അങ്ങനെ ഇരുന്നപ്പോഴാണ് ഒലിവിയയ്ക്ക് ബാത്റൂമിൽ പോകാൻ തോന്നിയതും അപ്പോൾ ഗബ്രിയേല അവളെ കൂട്ടിക്കൊണ്ട് പോയതും.
അവരങ്ങനെ ആ ഒരു പോയ സമയത്ത് ജെ തൻ്റെ മകളെ പറ്റിയും അവൻ്റെ ആ ഒരു കുടുംബത്തെ പറ്റിയും അവരോട് തുറന്നു പറയുകയാണ്. ഒലിവിയ അവളുടെ അമ്മ മരിച്ചതിൽ പിന്നെ എന്നോട് സംസാരിച്ചിട്ടില്ല. ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞ് കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ തന്നെ ഞങ്ങൾ തമ്മിൽ ഒരുമിച്ച് പോകില്ലെന്ന് ഞങ്ങൾക്ക് തോന്നി. അതുമാത്രമല്ല ആ ഒരു സമയത്തായിരുന്നു എനിക്ക് മറ്റൊരു സ്ത്രീയോട് ഒരു അഫെയർ ഉണ്ടായിരുന്നത്. അതേ സമയത്ത് തന്നെ എൻ്റെ ഭാര്യയ്ക്ക് ക്യാൻസറും വന്നു. അങ്ങനെ വൈകാതെ തന്നെ തൻ്റെ ഭാര്യയുടെ ഈ ഒരു അവസ്ഥയിൽ ഞാൻ വളരെ ഒരു മദ്യപാനിയായി മാറുകയും ചെയ്തു. അങ്ങനെ വൈകാതെ തന്നെ അവൾ മരണപ്പെട്ടു. അങ്ങനെ ഈ ഒരു കാര്യം പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴാണ് തൻ്റെ ഫോണിലുണ്ടായിരുന്ന ആ ഒരു റിംഗ് ടോൺ ആ ഒരു പാട്ട് നിന്നത്. അപ്പോൾ പെട്ടെന്ന് തന്നെ അവൻ്റെ ഫോണിലേക്ക് ഒരു എമർജൻസി അലേർട്ട് മെസ്സേജ് വരികയാണ്. നഗരത്തിലുള്ള എല്ലാ കമ്മ്യൂണിക്കേഷനും ആ ഒരു സിഗ്നലും ഇപ്പോൾ കട്ടാക്കിയിരിക്കുന്നു. ഇൻഫെക്റ്റഡ് ആകാത്ത ആൾക്കാരെല്ലാവരും നഗരത്തിൽ ഏതെങ്കിലും ഒരു സൈഡിൽ ക്വാറന്റൈനിൽ ഇരിക്കുക. അങ്ങനെ ആ ഒരു മെസ്സേജ് കഴിഞ്ഞപ്പോൾ ഹെൻറി അവൻ്റെ ആ ഒരു തല ചൊറിയുന്നത് ജെ ശ്രദ്ധിച്ചു. തനിക്ക് കാര്യമായിട്ട് എന്തെങ്കിലും പറ്റിയിട്ടുണ്ടോ, താൻ ഇൻഫെക്റ്റഡ് ആണോ എന്ന് ജെ ചോദിച്ചെങ്കിലും തനിക്ക് യാതൊരു കുഴപ്പമില്ലെന്നും അവൻ 1 തൊട്ട് 10 വരെ എണ്ണി ആ ഒരു ചൊറിച്ചിൽ തനിക്ക് അഫക്റ്റഡ് ആയിട്ടില്ലെന്നും അവൻ അവരുടെ മുൻപിൽ വെച്ച് കാണിക്കുകയാണ്. അപ്പോൾ പെട്ടെന്നാണ് അപ്പുറത്തെ സൈഡിൽ നിന്ന് എന്തോ ശബ്ദം കേട്ടപ്പോൾ മിഗേലും ജെയും അങ്ങോട്ടേക്ക് ഓടിച്ചെന്നത്. എന്നാൽ ഹെൻറി അങ്ങോട്ടേക്ക് ഓടിയില്ല. ഹെൻറി പെട്ടെന്ന് തന്നെ അവൻ അടക്കി വെച്ച ആ ഒരു ചൊറിച്ചിൽ പെട്ടെന്ന് തന്നെ ചൊറിഞ്ഞു തീർക്കുകയാണ്. ജെയും മിഗേലും ആ ഒരു ബാത്റൂമിൻ്റെ അടുത്തേക്ക് ഓടിച്ചെന്നപ്പോൾ കാണുന്നതാകട്ടെ ഒലീവിയുടെ കൂടെ പോയ ഗബ്രിയേല മിസ്കാരേജ് കാരണം അവിടെ നിലത്ത് കിടക്കുന്നതാണ്. മരിച്ച തൻ്റെ കുഞ്ഞിനെ കയ്യിലേന്തിയാണ് അവൾ അവിടെ കരഞ്ഞുകൊണ്ടിരുന്നത്. ഉടൻ തന്നെ കരഞ്ഞുകൊണ്ടിരിക്കുന്ന അവളുടെ അടുത്തേക്ക് മിഗേൽ ഓടി വന്നിട്ട് അവളെ കെട്ടിപ്പിടിച്ച് ആശ്വസിപ്പിക്കുകയാണ്. ആ ഒരു സമയത്തേക്ക് ഹെൻറി അങ്ങോട്ട് വന്നിരുന്നു. ഇത് കണ്ടുകൊണ്ട് നിന്ന ഹെൻറി പറഞ്ഞു, ഗബ്രിയേലയ്ക്ക് സെപ്സിസ് വന്നിരിക്കുകയാണ്. അതായത് ഈ ഒരു അവസ്ഥ കാരണം അവൾക്ക് ഉറപ്പായിട്ടും ഇൻഫെക്ഷൻ ഉണ്ടാവുകയും ആൻറ്റിബയോട്ടിക്സ് കിട്ടിയില്ലെങ്കിൽ അവൾ ഉറപ്പായിട്ട് മരണപ്പെടുകയും ചെയ്യുമെന്ന് അവൻ പറയുകയാണ്. താഴെ ഷോപ്പിന് വെളിയിലായിട്ട് ഒരു ഫാർമസി ഉണ്ട്. അവിടെ ചെന്നാൽ ആൻറ്റിബയോട്ടിക്സ് കിട്ടുമെന്ന് ഹെൻറി പറയുകയാണ്. എന്നാൽ ഈ ഒരു അവസ്ഥയിൽ, താഴത്തെ ഒരു അവസ്ഥയിൽ നമുക്കെങ്ങനെ പുറത്തേക്ക് ഇറങ്ങാൻ കഴിയുമെന്ന് ഹെൻറി പറഞ്ഞു. എന്ത് വില കൊടുത്തും തനിക്ക് പോയേ കഴിയത്തുള്ളെന്ന് മിഗേലും പറഞ്ഞു. കാരണം തൻ്റെ സഹോദരിയെ അവനെ രക്ഷിക്കണം. അങ്ങനെ അവസാനം പുറത്തു പോകാനായിട്ട് ഹെൻറിയും ജെയും മിഗേലിന് സമ്മതം കൊടുക്കുകയാണ്. അങ്ങനെ ഒരു തോക്കും പിടിച്ചുകൊണ്ട് ഷട്ടറും തുറന്ന് മിഗേൽ വെളിയിലേക്ക് ഇറങ്ങി ഓടി. ഇതേ സമയത്ത് അകത്തു നിന്ന് ജയ ആകട്ടെ പെട്ടെന്ന് എന്തോ ഒരു ചൊറിച്ചിൽ വന്നിട്ട് അവൻ ശരീരം ചൊറിയാൻ തുടങ്ങി. എന്നാൽ പുറകെ തന്നെ ഹെൻറി വരുന്നത് കണ്ട് അവനെ ചൊറിച്ചിൽ പെട്ടെന്ന് നിർത്തി. തനിക്ക് എന്തെങ്കിലും പറ്റിയിട്ടുണ്ടോ എന്ന് ഹെൻറി ജയോട് ചോദിച്ചെങ്കിലും ഒരു കുഴപ്പമില്ലെന്നായിരുന്നു ജയ് മറുപടി പറഞ്ഞത്. എന്നിട്ട് ഒന്ന് സ്വയം ആശ്വസിച്ച് ചൊറിയാനായിട്ട് അവൻ അവിടെ നിന്ന് മാറിപ്പോയി. ജയ് മാറിപ്പോകുന്നത് കണ്ടതേ ഹെൻറി തിടുക്കത്തിൽ തന്നെ അവൻ്റെ ശരീരവും ചൊറിഞ്ഞു തടിക്കാൻ തുടങ്ങി. ഹെൻറി അങ്ങനെ ഉടൻ തന്നെ ബേസ്മെന്റിലുള്ള ആ ഒരു ബാത്റൂമിലേക്ക് ചൊറിയാനായിട്ട് ഓടിപ്പോവുകയാണ്. ഇതേ സമയം മറ്റൊരു സൈഡിൽ 10 സെക്കൻഡ് കൗണ്ട് ഡൗൺ എണ്ണിയിട്ട് ശരീരം ചൊറിയുന്ന ജയെ കാണിക്കുകയാണ്. അതായത് ജയും ഇൻഫെക്റ്റഡ് ആയിരിക്കുകയാണ്. അതേസമയം ബേസ്മെന്റിലെ ബാത്റൂമിൽ കാണിക്കുകയാണെങ്കിൽ വളരെ ഡെസ്പറേറ്റ് ആയിട്ട് ആ ഒരു ബാത്റൂമിൽ ശരീരം ചൊറിയുന്ന ഹെൻറിയെയും കാണിക്കുന്നു. ചൊറിഞ്ഞ് അവസാനം ശരീരത്തിൽ കുറെ മുറിവുകളുണ്ടായി ശരീരത്തിൽ നിന്ന് ചോര വരുന്ന അവസ്ഥയിലേക്ക് വരെ ഹെൻറി എത്തിയിരിക്കുകയാണ്. ഇതേ സമയത്ത് ബേസ്മെന്റിൽ നിന്ന് എന്തോ ശബ്ദം കേട്ടിട്ട് ജെ ഒരു കോടാലിയുമായിട്ട് താഴേക്ക് ഇറങ്ങി ചെല്ലുകയാണ്. ആ ഒരു ബാത്റൂമിന്റെ അടുത്തേക്ക് പതിയെ നടന്നു ചെന്ന് നോക്കുമ്പോൾ അവൻ കാണുന്നത് അവിടെ ആ ഒരു ടോയ്ലറ്റിന്റെ ഓരോ ഭാഗത്തും ചോര ചിതറി കിടക്കുന്നതാണ്. പക്ഷേ ആ ഒരു ബാത്റൂമിൽ ഹെൻറി ഇല്ല. അങ്ങനെ ഹെൻറിയും തപ്പി ബേസ്മെന്റിലെ ആ ഒരു സപ്ലൈ സ്റ്റോറിന്റെ അടുത്തേക്ക് ചെന്നപ്പോഴാണ് അടച്ചിട്ടിരിക്കുന്ന ആ ഒരു വാതിലിന്റെ മറു സൈഡിൽ നിന്ന് ഹെൻറിയുടെ ശബ്ദം അവൻ കേട്ടത്. ഹെൻറി ആകട്ടെ ജെ അകത്തേക്ക് വരാത്ത രീതിയിൽ ആ ഒരു വാതിൽ തള്ളിപ്പിടിച്ച് നിൽക്കുകയായിരുന്നു. പുറത്തുള്ള ആരെയും എനിക്ക് ഉപദ്രവിക്കണമെന്ന് യാതൊരു ഉദ്ദേശവുമില്ല, അതുകൊണ്ട് എന്നെ ഈ ഒരു മുറിയിൽ തന്നെ ലോക്ക് ചെയ്തേക്കാനായിട്ട് ഹെൻറി ജയോട് പറയുകയാണ്. പക്ഷേ ജയ ആകട്ടെ ഇതിൽ അവനൊരു റിസ്കോ ഒരു ചാൻസ് എടുക്കാനോ അവനെ കൊണ്ട് കഴിയത്തില്ലെന്നാണ് മറുപടി പറഞ്ഞത്. അവന് അവൻ്റെ മകൾ ഒലിവിയെ പ്രൊട്ടക്റ്റ് ചെയ്യണമെന്ന് ഹെൻറിക്കും നന്നായിട്ട് അറിയാം. കുറച്ച് സമയങ്ങൾ കഴിഞ്ഞപ്പോൾ ഹെൻറി ഒന്നും മിണ്ടുന്നില്ല എന്ന് കണ്ടപ്പോൾ ജെ പെട്ടെന്ന് ആ ഒരു വാതിൽ തുറക്കുകയാണ്. വാതിൽ തുറന്നപ്പോൾ തന്നെ ഒരു സോംബിയായിട്ട് മാറിയിരിക്കുന്ന ഹെൻറിയാണ് പുറത്തേക്ക് ഇറങ്ങി വന്നത്. ഉടനെ തന്നെ അവൻ ജയെ അറ്റാക്ക് ചെയ്യാനും തുടങ്ങി. ജയെ താഴേക്ക് വീഴ്ത്തി അവൻ്റെ കയ്യിൽ നിന്ന് കോടാലിയും തെറിച്ചുപോയി. ജയുടെ കഴുത്ത് പിടിച്ച് അവനെ കീഴടക്കി അവനെ കൊല്ലാനായിട്ട് ഹെൻറി നോക്കുകയാണ്. എന്നാൽ പെട്ടെന്നാണ് ഹെൻറി അവിടെ മരിച്ചു വീണത്. ഹെൻറിക്ക് നേരെ ആ ഒരു കോടാലി എറിഞ്ഞ് അവനെ കൊന്നതാകട്ടെ ആ ഒരു ചെറിയ പെൺകുട്ടി ഒലിവിയായിരുന്നു. ഉടനെ തന്നെ ജയ് എണീറ്റിട്ട് ഒലിവിയെ ആ ഒരു സ്റ്റോറിലേക്ക് മാറ്റിയിരുത്തിയിട്ട് അവൾ കാണാതെ തന്നെ ആ ഒരു കോടാലി ഉപയോഗിച്ച് ഹെൻറിയുടെ ബോഡി വെട്ടി ഞുറുക്കി പീസാക്കുകയാണ്. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് ശരീരത്ത് പറ്റിയ ആ ഒരു രക്തമെല്ലാം വാഷ്റൂമിൽ പോയി തുടച്ചുകൊണ്ടിരുന്നപ്പോഴാണ് തൻ്റെ ദേഹത്തും ആ ഒരു സ്ക്രാച്ച് വന്നിട്ടുണ്ടെന്ന് അവന് മനസ്സിലായത്. എന്നാൽ പെട്ടെന്ന് മുകളിൽ നിന്ന് മറ്റെന്തോ ശബ്ദം കേട്ട് അവൻ മുകളിലേക്ക് ഓടി കയറിപ്പോയി. അതാകട്ടെ പുറത്തുനിന്ന് ആ ഒരു മെഡിക്കേഷൻ ആ ഒരു മരുന്നുമായിട്ട് പുറത്തു വന്ന ആ ഒരു മിഗേലായിരുന്നു. അകത്ത് കയറാൻ വേണ്ടി ഷട്ടറിന്റെ പുറത്ത് നിന്ന് അവൻ ആ ഷട്ടറിൽ കൊട്ടിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ചു നേരം ആലോചിച്ചതിന് ശേഷം മാത്രമാണ് ആ ഒരു ഷട്ടർ ജെ ഓപ്പൺ ആക്കിയത്. എന്നാൽ ആ ഒരു മിഗേലിന്റെ തൊട്ടു പുറകെ തന്നെ ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള മറ്റൊരാൾ അവനെ പുറകെ ഓടി വരുന്നുണ്ടായിരുന്നു.
മിഗേലിനെ കീഴടക്കുന്നതിന് തൊട്ട് മുൻപ് തന്നെ ജെ എങ്ങനെയൊക്കെയോ ക്ലോസ് ചെയ്തു. എന്നാൽ ഒരു കടമ്പയും കൂടെ കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ ജെ അവിടെ ഉണ്ടായിരുന്ന ആ ഒരു വാതിൽ മിഗേലിന് മുൻപിൽ അടയ്ക്കുകയാണ്. താൻ ഇൻഫെക്റ്റഡ് അല്ല എന്ന് എനിക്ക് ഉറപ്പുവരുത്തണം, എന്നാൽ മാത്രമേ തനിക്ക് അകത്ത് പ്രവേശിക്കാൻ കഴിയത്തുള്ളെന്ന് ജെ അവനോട് പറഞ്ഞു. മിഗേൽ അതുകൊണ്ട് താൻ ഇൻഫെക്റ്റഡ് അല്ല എന്ന് കാണിക്കാൻ വേണ്ടി അവൻ്റെ കൈയും കാലും എല്ലാം ജെനെ പൊക്കി കാണിക്കുകയാണ്. ശേഷം ആ ഒരു തോക്കും മെഡിസിനും അവൻ്റെ കയ്യിലേക്ക് കൊടുത്തിട്ട് അവൻ പറഞ്ഞു, എത്രയും പെട്ടെന്ന് ഗബ്രിയേലെ രക്ഷിക്കണം, അതാണിപ്പോൾ പ്രധാനം. അങ്ങനെ അവനെ അകത്ത് കയറ്റാതെ തന്നെ ആ ഒരു ഗണ്ണും ആ ഒരു മെഡിസിനും ജെ മേടിക്കുകയാണ്. ആ ഒരു മെഡിസിനും മേടിച്ചുകൊണ്ട് ജെ ഗബ്രിയേല കിടക്കുന്ന ആ ഒരു മുറിയിലേക്ക് കയറി ചെല്ലുകയാണ്. ബ്ലാങ്കറ്റ് വിട്ട് പൊതിഞ്ഞു കിടക്കുന്ന ഗബ്രിയേലയുടെ അടുത്ത് ചെന്നിട്ട് ആ ഒരു ബ്ലാങ്കറ്റ് നീക്കി നോക്കുമ്പോൾ അവൻ കാണുന്നത് അവളുടെ ശരീരത്ത് ഒരു ചൊറിഞ്ഞ പാടാണ്. അവളും അങ്ങനെ ഇൻഫെക്റ്റഡ് ആയിട്ടുണ്ടെന്ന് അവന് മനസ്സിലായി. ഉറങ്ങിക്കിടക്കുന്ന അവളുടെ അടുത്തേക്ക് ആ ഒരു മരുന്ന് വെച്ചിട്ട് അവൻ നേരെ മിഗേലിന്റെ അടുത്തേക്കാണ് ചെന്നത്. എന്നിട്ട് പുറംലോകം എങ്ങനെയാണെന്നും അവിടെ ആൾക്കാരുടെ അവസ്ഥ എന്താണെന്നും അവൻ ചോദിച്ചറിഞ്ഞു. പുറത്തുള്ള മനുഷ്യർ ഏറെക്കുറെ എല്ലാവരും തന്നെ ഇൻഫെക്റ്റഡ് ആയിരിക്കുകയാണ്. പോലീസുകാർ അവരെ കണ്ട ഉടനെ തന്നെ എല്ലാവരെയും വെടിവെച്ച് കൊല്ലുന്നു. വളരെയധികം ഒരു ഭയാനകരമായ അവസ്ഥയാണ് പുറത്തെന്നാണ് മിഗേൽ ജെയോട് പറഞ്ഞത്. അങ്ങനെ കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞതിന് ശേഷം ജെ ഒരു സത്യം വെളിപ്പെടുത്തി. ഹെൻറിയും ഞാനും ഇൻഫെക്റ്റഡ് ആയിരിക്കുകയാണ്. അധികം വൈകാതെ ചൊറിഞ്ഞു തടിച്ച് ഞങ്ങൾ ആ ഒരു സോംബീസിനെ പോലെ തന്നെ ആകും. ഇത്രയും പറഞ്ഞ് അവൻ അകത്തേക്ക് കയറി ചെന്നിട്ട് ഒരു ക്രീമും കയ്യിൽ പുരട്ടി ശരീരം മൊത്തം അവൻ മാന്തി ചൊറിയാൻ തുടങ്ങി. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് അവൻ നേരെ ഒലീവയുടെ അടുത്തേക്കാണ് ചെന്നത്. ഉറങ്ങാനുള്ള കുറച്ച് ഗുളികയും കൊടുത്തിട്ട് അവൻ അവളോട് പറഞ്ഞു, ഇനി മുൻപോട്ട് അങ്ങോട്ടേക്ക് ഞാൻ നിന്റെ കൂടെ ഉണ്ടാകില്ലെന്ന്. കാരണം ഞാനും സിക്കായിരിക്കുകയാണ്, അതായത് ആ ഒരു വൈറസിന് ഞാനും ഇൻഫെക്റ്റഡ് ആയിരിക്കുകയാണ്. എന്നാൽ ജെയോട് പോകലെന്നും ജെ തൻ്റെ കൂടെ തന്നെ വേണമെന്നും ഒലിവിയ ഒരു ബുക്കിൽ അവനെ എഴുതി കാണിച്ചു. അതുകൂടെ കണ്ടപ്പോൾ സങ്കടത്തോടെ ജെ പറഞ്ഞു, ഒലിവിയ നീ നിന്റെ അമ്മയെ പോലെ തന്നെയാണ്, നീ അത്രയേറെ ബ്രേവ് ആണ്. കാര്യങ്ങൾ ഒറ്റയ്ക്കാണെങ്കിൽ ഹാൻഡിൽ ചെയ്യാൻ നിനക്ക് സാധിക്കുമെന്ന് അവൻ അവളോട് പറഞ്ഞു. അങ്ങനെ അവരുടെ എല്ലാ മെമ്മറീസും അടങ്ങിയ ആ ഒരു വീഡിയോസും ഫോട്ടോസുമുള്ള അവൻ്റെ ആ ഒരു ഫോൺ അവളുടെ കയ്യിലേക്ക് അവൻ കൊടുത്തു. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ഒലിവിയ മയങ്ങി. ജയാകട്ടെ ഒലിവിയുടെ മുൻപിൽ പൊട്ടിക്കരയാനും തുടങ്ങി. ഇതേ സമയം മുകളിലത്തെ നിലയിലുള്ള ഗബ്രിയേല, അവളാണെങ്കിൽ അവളുടെ ശരീരം ചൊറിഞ്ഞ് ചോര വരുന്ന രീതിയിൽ എത്തിയിരിക്കുകയാണ്. അസഹനീയമായിട്ടുള്ള ആ ഒരു ചൊറിച്ചിൽ അവൾക്ക് നിർത്താൻ കഴിഞ്ഞില്ല. അപ്പോഴാണ് ജെ മുകളിലേക്ക് കയറി വന്നിട്ട് അവിടെ ഉണ്ടായിരുന്ന ഒരു പില്ലോ എടുത്ത് അവളുടെ മുഖത്ത് പൊത്തിപ്പിടിച്ച് അവളെ അവിടെ വെച്ച് തന്നെ കൊല്ലുകയാണ്. ജെയ്ക്ക് അതല്ലാണ്ട് വേറൊരു കാര്യവും ചെയ്യാൻ സാധിക്കത്തില്ലായിരുന്നു. ഇതേ സമയം മിഗേലിനെ കാണിക്കുകയാണെങ്കിൽ ആ ഒരു ഡോറിന്റെ മറു സൈഡിലിരുന്ന് അവനും അവന്റെ ശരീരം ചൊറിയാൻ തുടങ്ങി. ചൊറിച്ചില് പതിയെ ഇച്ചിരി ഭയാനകരമായിട്ട് കൂടാനും തുടങ്ങി. അങ്ങനെ അവനും ഏറെക്കുറെ കൺഫേം ചെയ്തു അവനും ഇൻഫെക്റ്റഡ് ആയെന്ന്. കുറച്ച് അകലെ മാറി നിന്ന് ജെയും ഇത് കാണുന്നുണ്ടായിരുന്നു. അങ്ങനെ ജെയ്ക്കും മനസ്സിലായി മിഗേലും ഇൻഫെക്റ്റഡ് ആയിരിക്കുകയാണെന്ന്. അടുത്തു വന്നിരുന്ന ജെയോട് മിഗേല് ചോദിച്ചു തന്നെ അകത്തേക്ക് കയറ്റി വിടാമോന്ന്. അവസാനമായി ഒരു വട്ടം തൻ്റെ സഹോദരി ഗബ്രിയേലെ അവനൊന്ന് കാണണം. അങ്ങനെ ജെ അവനെ ഉള്ളിലേക്ക് കയറ്റി വിടുകയാണ്. ഗബ്രിയേലെ ഉള്ള ആ ഒരു മുറിയിലേക്ക് അവൻ കയറി ചെന്ന് നോക്കുമ്പോൾ കാണുന്നത് മരണപ്പെട്ട് കിടക്കുന്ന തൻ്റെ സഹോദരിയെയാണ്. അടുത്ത് ചെന്നപ്പോൾ അവനൊരു കാര്യം മനസ്സിലായി, അവളുടെ മരണത്തിന് കാരണം ജെ ആണെന്ന്. ഇതുകൂടെ കണ്ടു കഴിഞ്ഞപ്പോൾ മിഗേലിന് ജെയോട് വല്ലാത്തൊരു ദേഷ്യമാണ് തോന്നിയത്. ഇതേ സമയം ജെ ആകട്ടെ ഒരു തോക്കും പിടിച്ചുകൊണ്ട് അവൻ്റെ തൊട്ടു പുറകെ തന്നെ നിൽക്കുകയായിരുന്നു. എന്നാൽ മിഗേലാകട്ടെ ജെയുടെ നേരെ ചാടി വീണ് ആ ഒരു തോക്ക് തട്ടിപ്പറിച്ചെടുക്കാൻ നോക്കി. ജയാകട്ടെ അവനെ വെടിവെക്കാൻ നോക്കുന്നുണ്ടായിരുന്നെങ്കിലും അതിൽ വെടിയുണ്ടയില്ലായിരുന്നു. അവസാനം മിഗേല് ജെയുടെ കഴുത്തിന് പിടിച്ച് അവനെ നിലത്തിട്ട് അവനെ ബോധം കെടുത്തുകയാണ്. ജെയുടെ കയ്യിലേക്ക് ആ ഒരു തോക്ക് കൊടുക്കുന്നതിന് മുൻപ് തന്നെ ആ ഒരു വെടിയുണ്ട മിഗേല് മാറ്റി വെച്ചിരുന്നു. അങ്ങനെ ആ ഒരു തോക്ക് എടുത്തതിന് ശേഷം ബുള്ളറ്റും അതിലിട്ടിട്ട് മിഗേൽ അവൻ്റെ പ്രതികാരം വീട്ടാനായിട്ട് ജെയുടെ മകളായിട്ടുള്ള ഒലീവയുടെ അടുത്തേക്ക് അവൻ തോക്ക് ചൂണ്ടുകയാണ്. ഉറങ്ങിക്കിടക്കുന്ന ഒലീവിയനെ വെടിവെക്കുന്നതിന് തൊട്ടു മുൻപാണ് മുകളിൽ നിന്ന് മറ്റെന്തോ ശബ്ദം അവൻ കേട്ടത്. അവൻ പതിയെ ആ ഒരു മുറിയിലേക്ക് ചെന്ന് നോക്കുമ്പോൾ കാണുന്നത് മരിച്ചുപോയ ആ ഒരു ഗബ്രിയേല ഒരു മോൺസ്റ്ററായിട്ട് റിവൈവ് ചെയ്ത് എഴുന്നേറ്റ് വരുന്നതാണ്. മിഗേൽ അങ്ങനെ ഗബ്രിയേലയുടെ അടുത്തേക്ക് നടന്ന് നീങ്ങിയപ്പോഴാണ് അവൻ്റെ പുറകെ തന്നെ ബോധം തിരിച്ചു കിട്ടിയ ജെ അവൻ്റെ പുറകെ വന്നിട്ട് കയ്യിൽ കിട്ടിയ ഒരു കത്തിയെടുത്ത് മിഗേലിൻ്റെ കഴുത്തിൽ പിടിച്ച് ജെ കുത്തിയത്. മിഗേലിനെയും കൊന്നിട്ട് നിലത്ത് കിടക്കുന്ന തോക്കെടുത്തിട്ട് ഗബ്രിയേലിനെയും വെടിവെച്ച് കൊന്ന് രണ്ടുപേരെയും അവിടെ വെച്ച് തന്നെ അവൻ ഇല്ലാണ്ടാക്കുകയാണ്. അതിനുശേഷം സ്റ്റോറിലുണ്ടായിരുന്ന ചോരയും പാടുമെല്ലാം അവൻ കഴുകി തുടച്ച് വൃത്തിയാക്കി. സ്റ്റോറിലെ എല്ലാ വാതിലും ജനലും നന്നായിട്ട് ലോക്ക് ചെയ്തുവെന്ന് ഉറപ്പുവരുത്തിനു ശേഷം തൻ്റെ മകൾ സേഫ് ആണെന്ന് അവൻ അങ്ങനെ ഉറപ്പുവരുത്തി. തൻ്റെ മകൾ ഒലീവിയയ്ക്ക് വേണ്ടി എന്തോ ഒന്ന് ഒരു ലെറ്ററിൽ എഴുതിയിട്ട് അവൻ അവളുടെ അടുത്ത് വെച്ചതിന് ശേഷം നേരെ അവൻ ബേസ്മെന്റിലേക്കാണ് പോയത്. ബേസ്മെന്റിലുള്ള വിൻഡോസും വാതിലും എല്ലാം അവൻ സീൽ ചെയ്തു. അങ്ങനെ എല്ലാ കാര്യങ്ങളും അടച്ചു പൂട്ടിയതിനു ശേഷം അവിടെ ഇരുന്നപ്പോഴാണ് അവൻ്റെ ശരീരത്ത് ആ ഒരു ചൊറിച്ചിൽ പിന്നെയും അസഹനീയമായിട്ട് കൂടിയത്. ഒരു സമയം കഴിയുമ്പോൾ വേദന സഹിക്കാൻ കഴിയാതെ വന്നപ്പോൾ പ്ലെയർ എടുത്ത് അവൻ്റെ നഖം വരെ അവൻ പൊളിച്ചു കളഞ്ഞു. അങ്ങനെ കുറച്ച് സമയങ്ങൾ കഴിയുമ്പോൾ ബോധം പോയ ഒലിവിയ എഴുന്നേൽക്കുകയാണ്. അവൾ എഴുന്നേറ്റ് നോക്കുമ്പോൾ കാണുന്നതാകട്ടെ അവൾക്ക് വേണ്ടി അവൻ എഴുതിയ ലെറ്ററും ദിവസേന ഉപയോഗിക്കേണ്ട വസ്തുക്കളും ഭക്ഷണവും എന്തൊക്കെയാണെന്ന് ഒരു ലിസ്റ്റ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നതുമാണ് അവൾ കാണുന്നത്.
അങ്ങനെ ജെ കൊടുത്ത ആ ഒരു ലെറ്ററും വായിച്ചുകൊണ്ട് ഒലിവിയ നേരെ ബേസ്മെന്റിലേക്ക് പോയിട്ട് ജെനെ ഉറക്കെ വിളിക്കുകയാണ്. എന്നാൽ താഴെ ചെന്ന് ഒലിവിയ അവളുടെ അച്ഛനെ വിളിച്ചെങ്കിലും മറുസൈഡിൽ ആ ഒരു വിളി കേൾക്കാൻ ജെ ഇല്ലായിരുന്നു. അവസാനമായിട്ട് ഡാഡി ഞാൻ ഇവിടെ ഉണ്ട് എന്ന് പറഞ്ഞാണ് അവൾ താഴേക്ക് ഇറങ്ങി വന്നത്. ഇത്രയും നാളും ജെയോട് മിണ്ടാതിരുന്ന ഒലിവിയ അങ്ങനെ സംസാരിച്ചുകൊണ്ടാണ് താഴേക്ക് ഇറങ്ങി വന്നത്. എന്നാൽ മറുസൈഡിൽ തൻ്റെ അച്ഛൻ എവിടെയാണെന്ന് നമ്മളെ ഈ ഒരു കഥയിൽ കാണിക്കുന്നില്ല. ഉറപ്പായിട്ടും ജെ ഇവിടെ സ്വയം മരിച്ചിട്ടുണ്ടാവണം. തൻ്റെ മകളും താൻ കാരണം ഇൻഫെക്റ്റഡ് ആകരുതെന്ന് ജെയ്ക്ക് നിർബന്ധവും വാശിയും ഉണ്ടായിരുന്നു. തൻ്റെ മകൾ ഒറ്റപ്പെട്ടാലും ഇൻഫെക്റ്റഡ് ആകാതെ ആ ഒരു സ്റ്റോറിൽ തന്നെ ജീവിക്കാനുള്ള എല്ലാ വസ്തുക്കളും എല്ലാ കാര്യങ്ങളും അവൻ അവിടെ ഒരുക്കി വെച്ച് പ്രൊട്ടക്ട് ചെയ്തിട്ടാണ് അവൻ മരണപ്പെട്ടത്. മൂവിയുടെ അവസാനം ഒറ്റയ്ക്ക് കഴിയേണ്ടി വരുന്ന ആ ഒരു ചെറിയ കുട്ടിയായിട്ടുള്ള ഒലിവിയനെ കാണിച്ചുകൊണ്ടാണ് ഈ ഒരു മൂവി ഇവിടെ അവസാനിക്കുന്നത്.